ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ മറ്റൊരു മനോഹരമായ വ്ളോഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്ത് കണ്ടന്റ് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഞാൻ കമ്മ്യൂണിറ്റിയിൽ അന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് 100% സത്യസന്ധമായിട്ടൊരു ഉത്തരം തരാമെന്ന്. ദാറ്റ്സ് മൈ ഓഫർ. അപ്പോൾ അന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ പോകുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ അതിനകത്ത് ഞാൻ കുറേ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-200 ചോദ്യങ്ങളിൽ 50 എണ്ണവും ഏകദേശം കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എൻ്റെ കയ്യിലുള്ള ഉത്തരവും അതേപോലെ കോമൺ ആയിട്ടുള്ള ഉത്തരമാണ്. അതുകൊണ്ട് ഇന്നയാളുടെ പേര് ഞാൻ വായിച്ചു, ഇന്നയാളുടെ പേര് ഞാൻ വായിച്ചില്ല, റേസിസം, ഫാസിസം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ആരും എന്നെ വെറുക്കരുത്. കാര്യം ആദ്യമായിട്ട് ആരുടെ പേരാണോ കാണുന്നത് പുള്ളിയുടെ പേരും വായിച്ചിട്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും ഞാൻ തരാൻ പോകുന്നത്. ആൻഡ് വേറൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും കോമൺ ആയിട്ട് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് മാരേജിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ മാരേജിനെ പറ്റിയുള്ള അപ്ഡേറ്റ് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തരാനാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം ഒരു റാപ്പിഡ് ഫയർ പോലെ ഒരു റാപ്പിഡായിട്ടൊരു ചോദ്യം ചോദിക്കുമ്പോൾ റാപ്പിഡായിട്ട് ഉത്തരം പറഞ്ഞ് തീർക്കാൻ പറ്റിയ ഒരു സംഗതിയല്ല. അതൊരു 1-2 മിനിറ്റിൽ തീർക്കാവേണ്ട കാര്യവുമല്ല. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും. അത് വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു വീഡിയോയിലൊരു നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്കത് തരുന്നതായിരിക്കും. ആൻഡ് അപ്പോൾ നമുക്ക് ഇനി ഞാൻ കൂടുതൽ സംസാരിച്ച് ലാഗ് അടിപ്പിക്കുന്നത്, നമുക്ക് പോകാം നേരെ വീഡിയോയിലേക്ക്. ആദ്യത്തെ ചോദ്യം, സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്ലീസ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയാൻ, എൻ്റെ പേര് അരുൺ. എൻ്റെ പേര് ആര്യ. ഞാൻ ബിടെക് കഴിഞ്ഞ് നിൽക്കുന്നു, ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ബികോം കഴിഞ്ഞ് നിൽക്കുന്നു, ജോലി ചെയ്യുന്നില്ല. പിന്നെ വീട്ടിൽ അച്ഛൻ, അമ്മ. അച്ഛൻ്റെ പേര് ജയചന്ദ്രൻ, അമ്മയുടെ പേര് ജയ. ഓക്കെ, ഇത് തന്നെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ളത്, വേറൊന്നുമില്ല. വാട്ട്സ് യുവർ ഫാദേഴ്സ് ജോബ്? എന്താണ് അച്ഛൻ്റെ ജോലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ ജോലി ഡ്രൈവറാണ്. എന്തിൻ്റെ ഡ്രൈവർ? വണ്ടി. അല്ല, എന്ത് വണ്ടിയാണെന്ന്. അച്ഛൻ ഏത് വണ്ടി ഓടിക്കുന്നതാണ് പോലും അവൾക്കറിയില്ല. കാര്യം അവൾക്ക് അച്ഛൻ ശമ്പളം കൊണ്ട് ഇങ്ങനെ തിന്നാൻ കൊടുത്താൽ മാത്രം മതി. അച്ഛനൊരു പ്രൈവറ്റ് ഒരു ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അവിടുത്തെ മുതലാളിക്ക് ഒരു 3-4 വണ്ടിയുണ്ട്. അതിൻ്റെ ഡ്രൈവറായിട്ടാണ് അച്ഛൻ നിൽക്കുന്നത്. പിന്നെ അതേ കമ്പനിയിൽ തന്നെ പർച്ചേസും കാര്യങ്ങളൊക്കെ നോക്കുന്നതും അച്ഛൻ തന്നെയാണ്. അതാണ് അച്ഛൻ്റെ ജോലി. ചേട്ടൻ്റെ ഏജ്? എനിക്ക് 27. ആദ്യം യൂട്യൂബ് വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ആര്? ആദ്യമായിട്ട് യൂട്യൂബ് വീഡിയോ പ്രേരിപ്പിച്ചത് നീയല്ല, അച്ഛനാണ്. കാര്യം ഞാനൊക്കെ ടിക്ടോക്ക് ചെയ്ത് ഇങ്ങനെ കളിച്ച് സമയം കളഞ്ഞ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ തന്നെയാണ് പറഞ്ഞത്, യൂട്യൂബിൽ വീഡിയോ ചെയ്യാം, അല്ലാതെ ഈ ടിക്ടോക്കിലൊക്കെ വെറുതെ സമയം കളയേണ്ട ഒരു കാര്യമില്ല, അതാകുമ്പോൾ എന്തെങ്കിലും വരുമാനമെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞത് അച്ഛൻ തന്നെയാണ്. സോ ആദ്യമായിട്ട് യൂട്യൂബ് വീഡിയോ പ്രേരിപ്പിച്ചത് അച്ഛനാണ്. പുതിയ വീടിൻ്റെ പ്ലാൻ കാണിക്കാമോ? ആണ് ആ പ്ലാൻ. 1000 എത്ര സ്ക്വയർ ഫീറ്റ്? നിങ്ങൾ എപ്പോഴും തല്ലുകൂടാറുണ്ടോ? ഇതുവരെ തല്ലുകൂടിയിട്ടില്ല. ചുമ്മയാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തല്ല് കൂടാറുണ്ട്. അത് ദിവസത്തിൽ മിനിമം എന്തെങ്കിലും 1-2 കാര്യത്തിനെ കാണും, എന്തെങ്കിലും കാണും. നമുക്കങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, എന്തെങ്കിലും പേരിൽ ഒരു അടി ഉണ്ടായിരിക്കും. അതെ, ഒരുമാതിരി വെപ്രാളമൊക്കെയാണ്. അപ്പോൾ എന്തിൻ്റെങ്കിലും പേരിൽ നമ്മൾ അടി കൂടിയിരിക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മിണ്ടും, അങ്ങനെ ഞാൻ വന്നിട്ട് എന്ത് കാര്യമായിട്ട് എടുത്താ പണിങ്ങിയ എന്നൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞ് അത് നല്ല രസമാണ്. ബ്രോ, അറേഞ്ച് മാരേജ് ഓർ ലവ് മാരേജ്? ഞാൻ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് ലവ് മാരേജ് ആണ്. പക്ഷേ എന്നെക്കൊണ്ട് അത് കഴിയുമെന്ന് തോന്നില്ല ഷാജി ചേട്ടാ. അതുകൊണ്ട് ഒരു ലവ് പ്ലസ് അറേഞ്ച് എങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്. അതല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചിട്ട് ഒരു ലവ് എങ്കിലും ഉണ്ടായാൽ മതിയെന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക്. ലവ് മസ്റ്റാണ്. അതെ. നിനക്ക് ഇതുവരെ ഒന്നും സെറ്റായില്ലേ? ആരവൻ? MD HD ABCD വെച്ചൊരു പേരുണ്ടാക്കിയിരുന്നു, അവൻ ഒന്നും സെറ്റായില്ലേന്ന്. റോസ് ചോദിച്ചിരിക്കുകയാണ്, അർജുൻ ചേട്ടൻ്റെ ജോബ് എന്താണ്? ബേസിക്കലി നാം ഒരു എഞ്ചിനീയർ, അതാ സിവിൽ എഞ്ചിനീയർ. ബൈ പ്രൊഫഷൻ ഞാൻ സിവിൽ എഞ്ചിനീയറാണ്. ബൈ പാഷൻ ഞാനൊരു യൂട്യൂബറാണ്. ഒരു പാഷൻ കൊണ്ടാണ് ഞാനിത് കൊണ്ടു നടക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഞാൻ എൻ്റെ ജോലിയും കൊണ്ടു നടക്കുന്നുണ്ട്. മഞ്ജു കെ, യൂട്യൂബിൽ നിന്ന് ലഭിച്ച വരുമാനം കൊണ്ടാണോ വീട് പണിയുന്നത്? യൂട്യൂബിൽ നിന്ന് കിട്ടിയതും കൂടെ കൊണ്ടാണ് വീട് പണിയുന്നത്. ഞാൻ ഫുള്ളും അതിൽ നിന്നാണെന്ന് പറയുന്നില്ല. പിന്നെ ലോണുണ്ട്, പിന്നെ എൻ്റെ ജോലിയിൽ നിന്നുള്ള സാലറി സർട്ടിഫിക്കറ്റും കൂടെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് ജോലിയൊന്നുമില്ല. അത് ഇവിടെ ആരും ചോദിച്ചില്ല. ചോദിച്ചാൽ തന്നെ പറയാനൊരു ജോലി ഇല്ലല്ലോ. അപ്പോൾ കൽപ്പിത കുഞ്ഞ ചോദിച്ചൊരു ചോദ്യമാണ്, അച്ഛൻ അമ്മ ലവ് മാരേജ് ആണോ എന്ന്? യെസ്, അതെ, ലവ് മാരേജ് ആണ്.
അതായത് അച്ഛൻ്റെ വീടിൻ്റെ പിറകെ ആണ് അമ്മയുടെ വീട്. അപ്പം അച്ഛന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അമ്മയുടെ വീട് കാണാം. അപ്പം അച്ഛനെന്ന് പറയുമ്പോഴത്തേക്ക് സൽഗുണസമ്പന്നൻ, സൽസ്വഭാവി, കുടുംബം നോക്കുന്നു, ജോലിക്ക് പോകുന്നു, അപ്പോൾ അധ്വാനിക്കാൻ മനസ്സുള്ള ആൾ, അങ്ങനെയൊക്കെ ഉള്ള നല്ല നമ്മുടെ ഈ സിനിമയിലൊക്കെ നന്മയുള്ള കഥാപാത്രമുള്ള നായകന്മാരെ പോലെ കുടുംബം നോക്കുന്ന, കൂടുതൽ എനിക്ക് തോന്നുന്നു മുകേഷോ അല്ലെങ്കിൽ ലാലേട്ടനെ പോലത്തെ ക്യാരക്ടറൊക്കെ ചെയ്യുന്ന നന്മ നിറഞ്ഞ കഥാപാത്രമായ അങ്ങനെ ഒരു നായകനായിരുന്നു അച്ഛൻ. അപ്പം അങ്ങനെയാണ് ഈ ലവ് സ്റ്റോറി സ്റ്റാർട്ടാവുന്നത്. അനു നന്ദ ചോദിച്ചിരിക്കുകയാണ് അമ്മയുടെ നെയിം എന്താണ്. അമ്മയുടെ ഇപ്പോഴത്തെ നെയിം എന്ന് പറയുന്നത് ജയ എന്നാണ്. മുന്നത്തെ നെയിം, അമ്മ മുമ്പ് മുസ്ലിം ആയിരുന്നു, മതം മാറിയതാണ്. മുമ്പത്തെ നെയിം എന്ന് പറയുന്നത് നസീറ എന്നാണ്. ഇപ്പോഴത്തെ നെയിം ജയചന്ദ്രൻ എന്നാണ് കേട്ടോ. അപ്പം അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ പേര് ജയചന്ദ്രൻ. അപ്പം അച്ഛൻ്റെ ജയചന്ദ്രൻ്റെ തുടക്കം ജയചന്ദ്രൻ. അപ്പോൾ അതിൽ നിന്ന് ജയ എടുത്ത് അമ്മയ്ക്ക് കൊടുത്താണ് അമ്മയുടെ പേരുണ്ടാക്കിയിരിക്കുന്നത്. ദീപ ചോദിച്ചിരിക്കുന്ന വളരെ നല്ലൊരു ചോദ്യമാണ്, അമ്മ മലയാളി അല്ലേ? ആ ചോദ്യത്തിന് ഞാൻ ഒരുപാട് പേര് ചോദിച്ചു. ദീപ മാത്രമല്ല, ഒരുപാട് പേര് ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലാസ്റ്റ് ഇട്ട ഒരു വീഡിയോയ്ക്കകത്ത് അമ്മയുടെ സംസാരം കേട്ടിട്ട് അവരും കുറേ പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ മലയാളി അല്ലേ എന്ന്. ആൻഡ് അതിനുള്ള ഉത്തരം എന്ന് പറയുമ്പോഴത്തേക്കും അമ്മ മലയാളി അല്ല. അത് തന്നെയാണ് അതിൻ്റെ റീസൺ. കാര്യം അമ്മയുടെ മലയാളം കറക്റ്റായിട്ട് നിങ്ങൾക്കാർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. കാര്യം എൻ്റെ അമ്മ മലയാളിയല്ല. അമ്മ ജനിച്ചതും വളർന്നത് ഒക്കെ യു പിയിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറി താമസിച്ചതാണ്. ഐ മീൻ അമ്മയുടെ അച്ഛന് ജോലി മാറ്റം, പുള്ളി അന്നത്തെ എന്തോ സംഭവമാണ് ആയിരുന്നു. അപ്പം അതിൻ്റെ പ്രകാരം ഇവിടെ നിന്ന് അവിടെ പോയപ്പോഴത്തേക്ക് അമ്മ അവിടെയാണ് ജനിച്ചത്. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ജോലിയുടെ സ്ഥലം മാറിയപ്പോഴത്തേക്ക് വീണ്ടും നാട്ടിലേക്ക് വന്നത്. അതുകൊണ്ട് മദർ ടങ് എന്ന് പറയുന്നത് ഹിന്ദിയാണ് അമ്മയുടേത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം മലയാളം പഠിച്ച് മലയാളി ആയതാണ്. ആൻഡ് ഹാഫ് തമിഴ് ഹാഫ് മലയാളി, തമിഴ് ഹാഫ് ഹിന്ദി ഹാഫ് മലയാളിയാണ്. ഓക്കെ. നോയൽ പ്രകാശ് ചോദിച്ചിരിക്കുന്നത് വീട് എവിടെയാണ്? വീട് ഇപ്പോൾ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് കണിയാപുരത്ത് ചാന്നാങ്കര ആണ് എൻ്റെ വീട്. ഓക്കെ. അടുത്തത് ശില്പ ഉദയകുമാർ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ഹായ് ചേട്ടാ, ഒരു ഹായ് തരുമോ? ഹായ്. ഓക്കെ. ചേട്ടൻ്റെ ഫ്യൂച്ചർ വൈഫിനെ പറ്റിയുള്ള എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? ലവ് ഫ്രം ലണ്ടൻ. എൻ്റെ ഫ്യൂച്ചർ വൈഫിനെ പറ്റിയുള്ള എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എടുത്തിങ്ങനെ പൊക്കിയെടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം അധികം തടി ഉണ്ടാവരുത്. എൻ്റെ ഒരു ആരോഗ്യത്തിന് എടുക്കാൻ പറ്റിയ കനവൊക്കെ ഉണ്ടാവും. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ചിരിയായിരിക്കണം. എനിക്ക് ചിരി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പല്ലിങ്ങനെ ഏങ്കോണിച്ച് അങ്ങോട്ട് കയറി ഇറങ്ങിയൊക്കെ പല്ലിരിക്കുന്നത് കാണാൻ എനിക്കത് ഭയങ്കര അങ്ങനത്തെ പല്ല് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചില ഒരു കാണാൻ ഒരു ക്യൂട്ട്നെസ് ആണല്ലോ ഈ പല്ലിൽ അങ്ങനെയൊക്കെ ഉള്ളത്, കണ്ടിട്ടില്ലേ? ഇതുപോലത്തെ പല്ലെന്നോ വരുന്നത്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ടോക്കറ്റീവാണ്. അപ്പം തിരിച്ച് അവിടെ ഇരിക്കുന്ന ആളും എൻ്റെ അടുത്ത് അതേപോലെ നല്ല രീതിയിൽ സംസാരിക്കണം. അപ്പോൾ ഈ സംസാരം എന്ന് പറയുന്നത് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയാലേ നന്നായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അല്ലാതെ ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ മെലിങ്ങസിയാന്നും പറഞ്ഞിട്ട് കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ സംഭാഷണം നല്ല രീതിക്ക് മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് ഒരു ഗിവ് ആൻഡ് ടേക്ക് ഇതായിരിക്കണം സംഭാഷണം. പിന്നെ ഞാനധികം പൊസസീവ് ഉള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ അങ്ങനെ ഒരു നോട്ടം? ഇല്ല, എനിക്ക് അങ്ങനെ പൊസസീവ്നെസ് ഒന്നുമില്ല. പിന്നെന്തുവാ, എനിക്ക് ഇപ്പം ആ ഡ്രസ്സ് ഇടരുത്, ഈ ഡ്രസ്സ് ഇടരുത്, ആ കല്യാണത്തിന് പോകരുത്, ഈ കല്യാണത്തിന് പോകരുത്, അങ്ങനെ ചില നിർബന്ധങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. അതിൽ 100% ഞാൻ പ്രൊഫഷണലാണ്. ഞാൻ എൻ്റെ ഫ്യൂച്ചർ വൈഫിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്ലീസ് 100% ഞാൻ പ്രൊഫഷണലാണ്. ഞാൻ അങ്ങനെ ചെയ്യരുത്, ഇത് ചെയ്യരുതെന്ന് അങ്ങനെ ഞാൻ പറയില്ല. ഓക്കെ. എന്നെ അതിലൊക്കെ എന്നെ വിശ്വസിക്കും. ഇല്ല അതിലൊക്കെ എന്നെ വിശ്വസിക്കുക. ഞാൻ ഭയങ്കര അങ്ങനെ അതിലൊക്കെ ഒരു മാക്സിമം ഒരു ഫ്രീഡം കൊടുക്കുന്ന മോഡേൺ ഫാമിലിയിലുള്ള ഒരു അംഗമാണ് കേട്ടോ. അതൊക്കെയാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഈഗോ എന്ന് പറയുന്ന സാധനം എനിക്ക് അധികം ഇല്ല. 0% ഈഗോ ഉള്ള ഒരാളാണ് ഞാൻ. ഞാൻ ക്യാമറ അല്ലേ ചോദിച്ചത്? അല്ല, സബ്സ്ക്രൈബർ എന്തിന്? ഞാൻ ഉള്ള പോലെയാണ് പറഞ്ഞത്. ഞാൻ 23 വർഷമായി ചേട്ടനെ കാണാൻ തുടങ്ങിയിട്ട് അത് മറക്കരുത്. അടുത്തത് സ്റ്റോറി 145 ടെല്ലർ ചോദിച്ചിരിക്കുകയാണ്. ഹായ് ചേട്ടാ ആൻഡ് ചേച്ചി, ഞാൻ ദേവാമൃത. നിങ്ങളിൽ രണ്ടാളിലും ആർക്കെങ്കിലും വല്ല റിലേഷൻഷിപ്പ് ഉണ്ടോ? പ്ലീസ് പറയൂ. റിലേഷൻഷിപ്പിന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കുട്ടി, നടക്കുന്നില്ല. താല്പര്യമുള്ളവർ
ആതിര ബിജു ചോദിച്ചിരിക്കുകയാണ്, ചേട്ടാ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആവാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ എന്ത് ചേഞ്ച് ആയിരിക്കും ചേട്ടൻ ആദ്യം കൊണ്ടുവരുന്നതെന്ന്? നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ ഇതുവരെ ചോദിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു ചോദ്യമാണ്. അങ്ങനെ എന്ത് ചേഞ്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പോൾ ഉള്ള അവർ ചെയ്യുന്നതൊന്നും ഞാൻ ചെയ്യത്തില്ല. കാര്യം ഇപ്പോൾ ഉള്ള ജനത ഒരുപാട് കുറേ അനുഭവിക്കുന്നുണ്ട് എന്ന് പല ഇതും കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. വിലക്കയറ്റമായാലും അങ്ങനെ കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്ന മോശമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല. അതായിരിക്കും ഞാൻ കൊണ്ടുവരുന്ന ആദ്യത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അനസിയെ, ഏത് വീടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പഴയ വീട് തന്നെയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു സന്തോഷം, ആ ഒരു വൈബ്, ചെറിയ വീട് തന്നെയാണ്, പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഇത് എനിക്കിപ്പം ഈ വീട്ടിൽ വന്നിട്ട് കിട്ടിയിട്ടില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ സ്വന്തം വീടിനോടോളം, അതിപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയാൽ പോലും സ്വന്തം നാട്ടിൽ കിട്ടുന്ന ഒരു പ്രിവിലേജസ് പുറത്ത് കിട്ടത്തില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ആ ഒരു ഇത് പുറത്തൊരിടത്ത് കിട്ടത്തില്ല. ആ ഒരു സന്തോഷം സമാധാനം സ്വന്തം വീട്ടിൽ മാത്രമേ കിട്ടുള്ളൂ. പറക്കാത്ത കാക്ക നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ചാനൽ ID ആൻഡ് പാസ്വേഡ് തരുമെന്ന്. ഒരു നല്ല സിമ്പിൾ ചോദ്യമായിപ്പോയി. അവന് വേറെ ഒന്നും വേണ്ട, അവന് ഇത് മാത്രം മതിയെന്ന്. അഫ്രീദ അഫീഫ, ഹായ് അഫ്രീദ അഫീഫ. രണ്ടുപേരുടെയും ഏജ് എത്രയാ? എൻ്റെ ഏജ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. എനിക്ക് 23 വയസ്സായി. ഓക്കെ, അടുത്ത ചോദ്യം ചന്ദന ചോദിച്ചിരിക്കുകയാണ്, LDF വന്നാൽ എല്ലാം ശരിയാകുമോ? അതിലിപ്പോ ഞാൻ എന്ത് പറയാനാണ്? നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? LDF വന്നിട്ട് എന്തെങ്കിലും ശരിയായതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് നിങ്ങളുടെ ഇത്. എനിക്ക് ഞാനൊന്നും പറയണില്ല. വല്ലാത്ത ചോദ്യമൊന്നുമില്ല. എനിക്ക് അങ്ങനെയായിട്ടൊന്നും എനിക്കൊന്നും തോന്നിയില്ല, ശരിയായതായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. ഓക്കെ, ബിനീത ചോദിച്ചിരിക്കുകയാണ്, ചേട്ടന് ജോലിയില്ലേ? എനിക്ക് ജോലി ഉണ്ട്. തൽക്കാലം ഞാനിപ്പം ജോലിയിൽ നിന്ന് ലീവിലാണ്. വീടിൻ്റെ പണിയിലെ കാര്യങ്ങളും അതിൻ്റെ ഓട്ടത്തിനൊക്കെ വേണ്ടിയിട്ടായിട്ട് ഞാൻ കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണ്. ഇതൊന്ന് സെറ്റായതിനു ശേഷം ഞാൻ വീണ്ടും ബാക്ക് ടു ജോലിയിലേക്ക് കയറുന്നതായിരിക്കും. അജീഷ്, ആ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ട യോഗ്യത എന്താണ് ഭാവി അളിയ എന്ന് അജീഷ്. എന്നെ കല്യാണം കഴിക്കാനുള്ള യോഗ്യത നീ തന്നെ പറഞ്ഞോടും. പ്രത്യേകിച്ച് യോഗ്യതയൊന്നും വേണ്ട ചേട്ടാ. എന്നാലും ഒരു യോഗ്യത ഇല്ലാത്ത ഒരാൾക്ക് കിട്ടാൻ പറ്റുക ഒരു മുതലാണെന്നാണ് പറഞ്ഞു വരുന്നത്. ആരാണ് റീൽസ് എടുക്കാൻ കൂടുതൽ ഇഷ്ടമുള്ളയാൾ? നീ അതല്ലേ, ഇവള് ഒരു പരിധിവരെ മടിയുള്ള ഒരാളാണ്. റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഫോഴ്സ് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ട് ഉള്ളതുപോലെ പറയാം. അതിനുവേണ്ടി അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുന്ന ഒരാൾ ഞാൻ തന്നെയാണ്. M4 PSC ഒഫീഷ്യൽ ചോദിച്ചിരിക്കുന്നത്, വീട്ടിൽ ആരാണ് പാവം? ഒരിക്കലുമില്ല. വീട്ടില് പാവം എന്ന് പറയുന്നത് അച്ഛൻ തന്നെയാണ്. അച്ഛൻ കഴിഞ്ഞിട്ട് അടുത്ത പാവം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത പാവം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, അതിൽ ഒരു ഡൗട്ടാണ്. കാര്യം ഇവർ തമ്മിൽ അതിലൊരു കോമ്പറ്റീഷനാണ്, അമ്മയും മാളും തമ്മിൽ ആരാണ് പാവം എന്നുള്ളതിൽ. അത് രണ്ടും ടൈ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്ത സൂര്യ ചോദിക്കുന്ന ഒരു ചോദ്യം, പോരുന്നു എൻ്റെ കൂടെ എന്ന്. സൂര്യയുടെ കാമുകനെ സ്നേഹിക്കുന്ന പോലെ എന്നെയും സ്നേഹിക്കാൻ പറ്റുമോ? കഴിയില്ലല്ലേ. നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്, അത് നടക്കുമോന്ന്? തീർച്ചയായിട്ടും നടക്കും. നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. ഞങ്ങളിപ്പോൾ ഉള്ളത് കഴക്കൂട്ടം കണിയാപുരം സൈഡിലുള്ള ചാന്നങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകുമ്പോഴൊക്കെ അവിടെയൊക്കെ നമ്മളിങ്ങനെ സ്റ്റോറിയായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് കാണാവുന്നതാണ്. അമൃതോ രണ്ടുപേരുടെയും 10th and 12th മാർക്ക്. എനിക്ക് 10th എന്ന് പറയുമ്പോഴത്തേക്ക് 2 A+, 4 A, പിന്നെ B+, B ഒക്കെയാണുള്ളത്. 12th എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 75-80, ആ ഒരു 80 എന്ന് പറഞ്ഞാൽ 75-78 ആ ഒരു റേഞ്ച് പെർസെൻറ്റേജിലാണ് മാർക്ക്. നിന്റെ SSLC 6 A+, പിന്നെ ഒരു B+, ബാക്കി A. പിന്നെ 12th 75-70. അത്രയും മാർക്കുണ്ടെങ്കിലും കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്നത് ഞാൻ തന്നെയാണ്. സംശയമുണ്ടോ? ഇല്ല. 10th ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളെ കുറച്ചുകൂടെ നമ്മൾ ബോയ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് മനസ്സിലാക്കിയായിരിക്കും പഠിക്കുക. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി, ഫിസിക്സിൽ തിയറി അങ്ങനെ പഠിച്ചു വെച്ച് എടി, ആ തിയറി സംഭവം എന്താണ് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മാർക്ക് കുറവാണെങ്കിലും
കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ട് ഒരാൾ ഞാൻ തന്നെയാണ് കേട്ടോ. അതെ, അത് ഞാൻ സമ്മതിക്കണം. രണ്ടുപേരും ഫ്രണ്ട്സ് ആണോ എന്ന് പ്രദീപ് ചോദിച്ചിരിക്കണം. യെസ്, നമ്മൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ്, ഭയങ്കര കൂട്ടാണ്, അടിയും കൂടും ഇടിയും വെക്കും, എന്നാലും ഭയങ്കര കൂട്ടാണ്. ചോദിച്ചിരിക്കുന്നത് യൂട്യൂബ് ഇല്ലായിരുന്നെങ്കിൽ ഏത് ജോലിക്ക് പോയതിന് വേറെ ജോലിയുണ്ടോ? യൂട്യൂബ് ഇല്ലായിരുന്നെങ്കിലല്ല, യൂട്യൂബിൽ വരുന്നതിന് മുമ്പേ ഞാൻ ജോലിക്ക് പോകുന്ന ഒരാളാണ്. സിവിൽ എഞ്ചിനീയറാണ്. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ യൂട്യൂബ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആ ജോലി തന്നെ കണ്ടിന്യൂ. കാര്യം ഞാൻ സിവിൽ എഞ്ചിനീയറിങ് ഞാൻ ഇഷ്ടത്തോടെ എടുത്തത് തന്നെയാണ്. അത് എനിക്കിങ്ങനെ ഈ വീടുകൾ അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം ഇങ്ങനെ കെട്ടിപ്പൊക്കുക പണിത് ഉയർത്തുക എന്ന് പറയുന്നത് കൺസ്ട്രക്ഷനോട് ഭയങ്കര ഒരു അതിയായ ആഗ്രഹം തോന്നി എടുത്തതാണ്. അതുകൊണ്ട് ഞാൻ ആ ജോലി ഇപ്പോഴും ഭയങ്കര ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് ഇനി ഇവളുടെ കാര്യത്തിലാണ് അത് വരുന്നതാണെങ്കിൽ, യൂട്യൂബ് ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ തന്നെ വേറെ പണിക്ക് പോകുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പണി കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്ത് വൃത്തിയായിട്ട് വെടിപ്പായിട്ട് തീർക്കുമെന്നും എനിക്ക് സംശയമാണ്. അത് ഞാൻ നേരത്തെ സമ്മതിച്ചില്ല. ഞാൻ കാണാപ്പാടം പഠിച്ചാണ് എല്ലാം എഴുതിയത്. അതുകൊണ്ട് തന്നെ തലയിലൊന്നുമില്ല. പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി നല്ല ജോലി ചെയ്യാൻ പറ്റൂ. പാത്തൂസ് മാളു റിയൽ നെയിം എന്താ? ആര്യ. ഫുൾ നെയിം? ആര്യ. ഓക്കെ. ഷഹാന ബഷീർ ഓക്കെ ബഷീർ സോറി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോസ് മേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പറയാനുള്ള, ഇപ്പം നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അമ്മ പറയാറുണ്ട് അത് ഈ വീട്ടിൽ മാത്രമേ നടക്കൂ, അങ്ങനെയല്ലേ ഇത് ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നുള്ളത്. അച്ഛനും പറയാറുണ്ട് ഫുഡിന് വേണ്ടി ഞങ്ങൾ അടി വയ്ക്കുന്നതൊക്കെ ഈ വീട്ടിൽ മാത്രമേ സംഭവിക്കുള്ളൂ, വേറെ ഒരു വീട്ടിൽ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം വീഡിയോസ് ടിക്ടോക്കിലൊക്കെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ഏതൊരു കണ്ടന്റ് ഞാനിങ്ങനെ പൊരിച്ച മീൻ്റെ അല്ല പഴംപൊരി, ഒരു പഴംപൊരിയുടെ വീഡിയോ ഫസ്റ്റ് അതങ്ങാണ് വൈറലാവുന്നത് പെട്ടെന്ന്. അപ്പോൾ ആ വീഡിയോ എടുത്തിട്ടിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്ന അതേ കാര്യങ്ങൾ, വെരി റിലേറ്റബിൾ അങ്ങനെ പലരും കമൻറ്റ് ചെയ്യുന്നത് കണ്ടായിരുന്നു. അപ്പം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ മാത്രമല്ല, അത് ഒരുപാട് പേർക്ക് റിലേറ്റബിൾ ആണ് എന്നുള്ളൊരു കാര്യം കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. മാത്രമല്ല നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെ നമുക്ക് ജനങ്ങളോട് പറയാൻ സാധിക്കുന്നുണ്ട്. അതിപ്പം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ഒരു ട്രോൾ എന്ന രീതിയിലോ സ്പൂഫ് എന്ന രീതിയിലോ അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ നെഗറ്റീവ് ആസ്പെക്റ്റ് എനിക്കൊന്നും തോന്നിയിട്ടില്ല. വീഡിയോ ചെയ്യുന്ന അങ്ങനെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതില്ല. പക്ഷേ ഞാൻ ചെയ്യുന്നത് വെച്ചിട്ട് എനിക്ക് ആ ഒരു ഇതിലൊരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആയിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. വീട് കൊല്ലത്താണോ? സുഫിയാസ് അല്ലല്ല ട്രിവാൻഡ്രമാണ്. ഫാത്തിമ നൂറ, പിന്നെ ആദ്യമൊക്കെ വീഡിയോസ് ഇടുമ്പോൾ വീട്ടുകാരുടെ കസിൻസിൻ്റെ റിയാക്ഷൻസ് എന്തായിരുന്നു? വീട്ടുകാർ സപ്പോർട്ട് ചെയ്തിരുന്നു? ആദ്യം വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പൊതുവേ എല്ലായിടത്തു നിന്നും ഉണ്ടാകുന്ന ഒരു അവഗണന തീർച്ചയായിട്ടും ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ആ ഒരു സ്റ്റേജ് കടന്നു കിട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. കാര്യം അവിടെ നമുക്ക് തളരാം, വീഴാം, എണീക്കാം, നടക്കാം. ഇത് രണ്ടായിരുന്നു നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ. അപ്പം തളർന്ന് വീണ് കഴിഞ്ഞാൽ ഓക്കെ, ഈ ചാനൽ എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല, അതവിടെ തീർന്ന്. ഓക്കെ. മീനു അർജുൻ ചോദിച്ചിരിക്കുകയാണ്, കമ്മിറ്റഡ് ആണ്? ആവണം എന്ന ആഗ്രഹമുണ്ട്. ബട്ട് ഐ ആം സ്റ്റിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. ഓക്കെ. യൂസർ ഏതൊരു ചോദിച്ചിരിക്കുകയാണ്, നിങ്ങളെ സിനിമയിൽ വിളിച്ചിട്ടുണ്ടോ? ഞങ്ങളെ അങ്ങനെ സിനിമയിലൊന്നും വിളിച്ചിട്ടില്ല. ഞങ്ങളെ സിനിമാക്കാരങ്ങനെ ഞങ്ങളെ കണ്ടിട്ടുമില്ലെന്ന് തോന്നണം. ഡെൽമ ജോസ്, രണ്ടുപേരും എന്താ പഠിക്കുന്നത്? ഞാൻ എല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പം മാളു പഠിത്തം കഴിഞ്ഞു. എന്താ പഠിച്ചത്? ഇപ്പം എന്താ ഇടയ്ക്ക് എന്തോ പഠിക്കുന്നുണ്ടല്ലോ? കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി, ടാലി, അതും തീർന്നു. ഇപ്പം ചുമ്മാ ചൊറിയും കുത്തിയിരിക്കണം. ഷാന, ആരാണ് യൂട്യൂബ് വീഡിയോ ഇടാൻ ആദ്യം തീരുമാനിച്ചത്? യൂട്യൂബ് വീഡിയോ ഇടാൻ തീരുമാനിച്ചത് ഞാനാണെങ്കിലും എന്നെ പ്രേരിപ്പിച്ചത് അച്ഛനാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഓക്കെ. ഹായ് ചേട്ടാ ചേച്ചി, ഐ ആം യുവർ ബിഗ് ഫാൻ. മൈ നെയിം ഈസ് അനീറ്റ. അച്ഛനും അമ്മയ്ക്കും നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? അച്ഛനും അമ്മയ്ക്കും ജോബ് എന്താ? നിങ്ങളുടെ ജോബ് പ്ലേസ് എവിടെയാണ്? താങ്ക് യു. ഓക്കെ. അച്ഛനും അമ്മയ്ക്കും നമ്മളെ പറ്റിയുള്ള അഭിപ്രായം എന്ന് പറയുമ്പോഴത്തേക്ക് ചില നേരത്തെ മോശം അഭിപ്രായമാണ്, ചില നേരത്തെ നല്ല അഭിപ്രായമാണ്. അതായത് ഇപ്പം നമ്മളെ കൊണ്ടൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും ഇത് നിങ്ങൾ പണ്ട് വേറൊരു ചേഞ്ച് എന്ന് ഞാൻ പറഞ്ഞു. പണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എടാ നീ മറ്റേ ജയചന്ദ്രൻ്റെ മോനല്ലേ, നീ മറ്റേ ജയയുടെ മോനല്ലേ എന്നൊക്കെ ചോദിക്കുന്ന, അതായത്
യൂട്യൂബിനൊക്കെ വരുന്നതിന് മുമ്പ് അങ്ങനെ ചോദിച്ചോണ്ടിരുന്നേ. ഇപ്പൊ ഒരു കല്യാണത്തിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ മറ്റേ യൂട്യൂബറിന്റെ അച്ഛനല്ലേ, നിങ്ങൾ അവരുടെ അച്ഛനല്ലേ, അവരുടെ അമ്മയല്ലേ എന്നൊക്കെ അവർ ചോദിക്കുമ്പോഴത്തേക്ക് അവർ പ്രൗഡ് മൊമെന്റ്സ് ആണ് അവർക്ക് അറിയപ്പെടുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഭയങ്കര സന്തോഷമാണ്. കാര്യം ഇപ്പൊ മുമ്പ് നാട്ടില് അവരെ വഴിയാണ് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ ഞങ്ങൾ വഴിയാണ് അവരറിയപ്പെടുന്നത്. അപ്പം അങ്ങനെ ഒരു നല്ലൊരു ഇത് വന്നിട്ടുണ്ട് യൂട്യൂബിൽ വന്നതിന് ശേഷം. നിധി ജയപ്രകാശ് ചേട്ടാ ഫേവറേറ്റ് സബ്സ്ക്രൈബർ നെയിം പ്ലീസ്. നിധി ജയപ്രകാശ് ഫേവറേറ്റ് സബ്സ്ക്രൈബറിൽ ഒരാളാണ്. കാര്യം വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റായിട്ട് കുറേ ആദ്യത്തെ ഒരു 50 കമൻറ്റിൽ ഫേവറേറ്റ് ആയിട്ട് ആദ്യത്തെ 50 കമൻറ്റ് ഫസ്റ്റായിട്ട് പെട്ടെന്ന് വരുന്ന ഒരു സംഭവം ഉണ്ടാവില്ല, നോട്ടിഫിക്കേഷൻ കണ്ടുവരുന്ന വീഡിയോ കമൻറ്റ്. അതിലൊന്ന് നിധി ജയപ്രകാശ്, കൃഷ്ണ, ജോബിൻ, ലിംസൺ, പിന്നെ ഇന്ദുലേഖ, പിന്നെ ഉണ്ട് എല്ലാവരും പേര് ഞാൻ പറയാൻ പറഞ്ഞത്. ചിലരുടെയൊക്കെ DP ആണ് എൻ്റെ മൈൻഡിൽ ഓർമ്മ വരുന്നത് പെട്ടെന്ന് ഇങ്ങനെ. യൂസർ പേരില്ല. ഓക്കെ, അച്ഛൻ അടിക്കുമോ? അച്ഛൻ ഇങ്ങനെ അടിക്കുമോ എന്നാണോ ഞങ്ങളെ അടിക്കുമോ എന്നാണോ ചോദിച്ചത്? രണ്ടായാലും അല്ല, ഇത് നല്ല രീതിക്ക് അടിക്കാറുണ്ട്. അത് വല്ലപ്പോഴും ഒക്കെ, എപ്പോഴും സന്തോഷം വരുമ്പോൾ. പിന്നെ ദൈവം സഹായിച്ച അച്ഛൻ എപ്പോഴും ഭയങ്കര സന്തോഷം. പിന്നെ ഞങ്ങൾ അടിക്കുന്നത് ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ചെറിയായിട്ട് പേടിപ്പിക്കാൻ വേണ്ടി കൈയൊക്കെ ഓങ്ങുന്നേ ഉള്ളൂ, എന്നാലും അടിക്കാറ് അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഗ്രീഷ്മ ചോദിച്ചിരിക്കുക, നിങ്ങളുടെ യൂട്യൂബ് റവന്യൂ വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ടോ? ഈ വീട്ടിൽ യൂട്യൂബിൻ്റെ ഒരു റവന്യൂ എടുത്തിട്ട് 1 കിലോ അരി പോലും മേടിച്ചിട്ടില്ല. മാളു, ചേട്ടനും ചേച്ചിക്കും അച്ഛനെ പേടിയുണ്ടോ? അച്ഛനെ പേടിക്കാൻ അച്ഛനൊരു ഗുണ്ടയല്ലല്ലോ, അച്ഛനല്ലേ. നമ്മള് ഇപ്പൊ അതെ, തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടായാലും വഴക്കുറയും, ചിലപ്പോൾ അടിക്കുമായിരിക്കും. അത് ഓക്കെ, അതവിടെ കഴിഞ്ഞു, അതവിടെ തീർന്നു. അല്ലാതെ അച്ഛനെ അമ്മ ഇങ്ങനെ പേടി ഭക്തിയോട് കൂടി കാണേണ്ട, അത് ആ ഒരു കാലമൊക്കെ കഴിഞ്ഞു. അങ്ങനത്തെ ഒരു ഇതല്ല. ഇപ്പം ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ പൊതുവേ ഇപ്പം എല്ലാ വീടുകളിലും അങ്ങനെ ആണെന്ന് തോന്നുന്നു. ഇപ്പം വീണ്ടും ആ പേടിയുണ്ടെങ്കിൽ അതൊക്കെ സംസാരിച്ച് ക്ലിയർ ചെയ്ത് മാറ്റിയെടുക്കുക. അച്ഛനെന്ന് പറഞ്ഞ ഒരു പേടി സ്വപ്നമായിട്ട് കാണേണ്ട ഒരാളല്ല. അച്ഛൻ ഒരു ഗുണ്ടയുമല്ല. ഈ മറ്റേ എന്താ പറയുക, ആട് തോമായിലെ തിലകൻ സാറിനെ പോലത്തെ അച്ഛനൊക്കെ അതൊക്കെ അന്നത്തെ കാലത്താണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ അങ്ങനത്തെ ഇതൊന്നും അല്ലെന്ന് തോന്നുന്നു. ഭയങ്കര കമ്പനിയാണ്, ഫ്രണ്ട്ലിയാണ്. ഓക്കെ, വീട്ടിൽ ആർക്കാണ് കൂടുതൽ തല്ല് കിട്ടുന്നത്? യൂസർ പേരില്ല. ഓക്കെ, വീട്ടിൽ ആർക്കാണ് കൂടുതൽ തല്ല് കിട്ടുന്നത്? കൂടുതൽ എനിക്കായിരിക്കും. കാര്യം ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ചെറിയൊരു കാര്യത്തിന് ഇങ്ങനെ ഒരു തട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഇവളൊരു വിളി വിളിക്കും. ഇത് ഇങ്ങനെ ചെറുതായിട്ടല്ലോ, വലിയൊരു ഒരു വിളി. അപ്പം അമ്മ അവിടെ അടുക്കളയിൽ ഇരുന്നിട്ട് എൻ്റെ കൊച്ചിനെന്നും പറഞ്ഞിട്ട് മറ്റേ ദോശ എന്നിട്ട് ചപ്പാത്തി കിടത്താൻ ഇതൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുവരും. എൻ്റെ കൊച്ചിനെ നീ കരയിപ്പിച്ചല്ലോടാന്നും പറഞ്ഞിട്ട് കൂടുതൽ അടി കിട്ടുന്ന എനിക്കാണ് കേട്ടോ. അടുത്ത ചോദ്യം, അനിയത്തി വെഡ്ഡിങ് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ കണ്ടന്റ് എങ്ങനെ? അനിയത്തിയുടെ വെഡ്ഡിങ് കഴിഞ്ഞാൽ വീഡിയോ കണ്ടന്റ് എങ്ങനെയെന്ന് പറയാൻ, അനിയത്തിയുടെ വെഡ്ഡിങ്ങിന് മുമ്പും കണ്ടന്റ് അവളെ കൊണ്ട് തരുന്നില്ലല്ലോ, എങ്കിലും ഞാൻ ഡെയിലി വരും. ഓക്കെ, പിന്നെ എൻ്റെ വൈഫ് വരുമല്ലോ ആ ഒരു സ്ഥാനത്തേക്ക്. നീ ഉണ്ടാവും. എൻ്റെ ഈ സ്ഥലത്ത് എൻ്റെ വൈഫ്, ഈ പുറത്ത് നിങ്ങൾ, രണ്ടുപേരെ വെച്ചിട്ടായിരിക്കും അടുത്ത കണ്ടന്റൊക്കെ വരാൻ പോകുന്നത്. ഓക്കെ, സോറി. ഹീറോ ബ്രെയിൻ, മാർവൽ മൂവീസ് ഇഷ്ടമാണോ? അവെഞ്ചേഴ്സ്. ഓക്കെ, ഇഷ്ടമാണ്. അങ്ങനെ അധികം ഞാൻ കണ്ടിട്ടില്ല. 1-2 സംഭവങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതിൽ. ഓക്കെ, ടു ബി ഫ്രാങ്ക് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. കാര്യം ഇംഗ്ലീഷ് മൂവീസ് ഒന്നും കാണാൻ പോയി കഴിഞ്ഞാലൊന്നും നേരെ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ പോയൊന്നും കാണാത്തത്. ക്രംസ് വ്ളോഗ്, ബ്രോയിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നാ? ബിടെക് സിവിൽ എഞ്ചിനീയറാണ്. നിങ്ങൾ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ വന്നത്? 1 മില്യൺ ആയപ്പോൾ എന്ത് തോന്നി? ഏട്ടൻ എന്താണ് പഠിക്കുന്നത്? പിന്നെ നിങ്ങൾ കമ്മിറ്റഡ് ആണോ? ഓക്കെ, എങ്ങനെയാണ് യൂട്യൂബ് ചാനലിൽ വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഇത് എല്ലാത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഡബ് സ്മാഷോ, അങ്ങനെ ഒരു അഭിനയം എന്നുള്ളൊരു അല്ല, അത് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഞാൻ കുറേ ചേഞ്ചസ് ആയിട്ടുണ്ട്. ഞാൻ അന്നൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അതിപ്പോൾ ഈ അടുത്ത് ആരൊക്കെ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ കുത്തിപ്പൊക്കുന്ന ഒരു ആ സംഭവത്തെ എൻ്റെ ഇടയിൽ ഇങ്ങനെ കയറി വന്നായിരുന്നു. ദൈവമേ, ആരും എൻ്റെ അത് കാണാതെ പോകരുതെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിന് അല്ല കാണരുതേ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കാര്യം എൻ്റെതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇപ്പോൾ ഉള്ള വീഡിയോസൊക്കെ കാണുന്ന നിങ്ങൾ ഇങ്ങനെയായിട്ടൊരു വാണമായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചോളെ. അങ്ങനത്തെ കുറേ കഴിഞ്ഞൊരു കാലഘട്ടം. നമ്മളിപ്പോൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഇമ്പ്രൂവ് ആയിട്ടാണല്ലോ വരുന്നത്.
എനിക്കൊരു തൊപ്പിയുടെയൊക്കെയാണ് മറ്റേ ചേട്ടൻ തൊപ്പി വെച്ച് ഇങ്ങനെ മറ്റേ അല്ലൂർജിന്റെ അതൊക്കെയാണ് എനിക്ക് ആലോചിക്കാൻ ചിരി തന്നെ. ഓരോരുത്തരും കൈ വെച്ച് മറ്റേ ഡ്രസ്സൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട്. അത് ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മളങ്ങനെ ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ എത്തിയതാണ്. അപ്പം അവിടെ നിന്ന് ആ ഒരു ഡബ് സ്മാഷിൽ തുടങ്ങി പിന്നെ മ്യൂസിക്കലി ടിക്ടോക്ക് അത് മാറി ഇൻസ്റ്റാഗ്രാമിലേക്ക് റീൽസായി. അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ അവിടുത്തെ വീഡിയോസ് അതെല്ലാം കൊണ്ടാണ് പിന്നെ നേരെ യൂട്യൂബിലോട്ട് ഇറങ്ങാമെന്ന് തീരുമാനിച്ച് വന്നത്. അഭിനയം തന്നെയാണ് ആ ഒരു അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് വന്നത്. വൈഷ്ണവ്, സിനിമയിൽ ആക്ട് ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ എന്തായിരിക്കും അഭിപ്രായം? കിട്ടിയ ചേട്ടനുണ്ടെങ്കിൽ പോവും, ചേട്ടനില്ലെങ്കിൽ ഞാൻ പോവില്ല. ഒറ്റയ്ക്ക് എങ്ങനെ? അത് ചേട്ടൻ ചിലപ്പോൾ നിനക്ക് മാത്രമേ ചാൻസ് കിട്ടിയത്. അവന് ചേട്ടനെ വിളിച്ചിട്ട് പോവും. സ്നേഹം കൊണ്ടൊന്നുമില്ല, കൊണ്ടാക്കാൻ ഇതിനൊക്കെ ഒരാൾ വേണമല്ലോ. അതല്ലേ ചേട്ടൻ പറഞ്ഞാലും എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ഓ അങ്ങനെ. അപ്പോൾ സിനിമയിൽ ചാൻസ് കിട്ടിയാൽ ഇക്കാര്യം ഞാൻ പറയട്ടെ, ഈ ഒരുപാട് പേർക്ക് സിനിമയിൽ ജസ്റ്റ് ഒന്ന് തല കാണിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലും ആഗ്രഹമുണ്ട് ഒരു സിനിമയിലെങ്കിലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മിന്നായം പോലെ എവിടെയെങ്കിലും ഒരു സീനിൽ വന്നു പോകണേ. അപ്പം തിയേറ്ററിൽ പോകുമ്പോഴത്തേക്ക് വീട്ടുകാരെ കൊണ്ട് കണ്ട ആ സീനിൽ ഞാനുണ്ട്, അതേപോലെയാണ്. അപ്പോൾ വീട്ടുകാരെയും കൊണ്ടുവരുന്നത് കണ്ട ആ സീനിൽ ഞാനുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു സന്തോഷമല്ലേ. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഒരു സിനിമയിൽ ഏതെങ്കിലും ഒരു ചാൻസ് സീനിലൊന്ന് ജസ്റ്റ് കാണണമെന്നുള്ളത്. YJ ക്രിയേഷൻസ്, സത്യത്തിൽ അനിയത്തി ഒരു പാവമാണോ? ഒരളവുക്ക് പാവന്താ, പക്ഷെ അത്ര പാവമൊന്നാണെന്ന് ഞാൻ പറയത്തില്ല. അതോ ചേട്ടനാണ് എന്നേക്കാൾ പാവമാണോ അവളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ആരാണ് ഏറ്റവും വലിയ പാര? എന്റെ കണ്ണിൽ അവളാണ്. ദിവ്യ ചോദിച്ചിരിക്കുകയാണ്, നിങ്ങൾ പുതിയ വീട് വെക്കുന്നുണ്ടോ? യെസ്, വീട് വെക്കുന്നതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ഇങ്ങനെ വ്ളോഗ് വീഡിയോസിൽ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ സ്റ്റേജ് ഏതുവരെ ആയെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. മിസ്റിയ ചോദിച്ചിരിക്കുന്ന ചോദ്യം, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ എന്ന്. അപ്പോൾ മിസ്റിയ എന്ന് പറയുന്ന ആൾ നമ്മുടെ ചാനലിലേക്ക് വന്നു തുടങ്ങിയിട്ട് മിനിമം 1-2 ദിവസമേ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. അതായിരിക്കും ഇങ്ങനെ ഒരു ചോദ്യം വരാനുള്ള കാരണം. നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ എന്ന്. അല്ല, ഞങ്ങൾ പെങ്ങളും ചേട്ടനുമാണ്. അനിയത്തിയും ചേട്ടനും. അങ്ങനെ തോന്നുന്നു ഒരേപോലെയല്ലേ. നോക്ക് എല്ലാരും പറയാൻ താടി എടുത്ത് ഞാൻ ചേട്ടനാണെന്ന്. ഫർഹാൻ, 2 പേരുടെയും അംബീഷൻ എന്താണ്? എൻ്റെ അംബീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആരെയും ഉപദ്രവിക്കാതെ തട്ടിയും മുട്ടിയും നല്ലൊരു യൂട്യൂബ് ചാനൽ കൊണ്ട് നടന്ന് പോകണം. ആരെയും വലുതായിട്ട് ഉപദ്രവിക്കരുത് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ആർക്കും ഒരു ഉപദ്രവമാവാത്ത നല്ലൊരു യൂട്യൂബർ, ഒരു വെറുപ്പിക്കാത്തൊരു യൂട്യൂബറായി പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. കാര്യം നെഗറ്റീവ് കമൻറ്റ്സ് വലുതായിട്ട് എൻ്റെ ചാനലിൽ വന്നിട്ടില്ല. അപ്പം അത് തുടർന്നും അങ്ങനെ തന്നെ പോകണം എന്നൊരാഗ്രഹമുണ്ട്. കുറച്ചുകൂടെ നല്ല രീതിയിൽ സ്റ്റാൻഡേർഡായിട്ട് ഒരു വൺ സെറ്റപ്പിൽ എത്തിയാൽ കൊള്ളാമെന്നുള്ളൊരു ഉള്ളിലൊരാഗ്രഹമുണ്ട്. അതാണ് അംബീഷനായിട്ടുള്ളത്. നിൻ്റെ ചേട്ടൻ രക്ഷപ്പെട്ടാൽ ഞാനും കൂടെ രക്ഷപ്പെടുമല്ലോ. എന്നാലും നിനക്ക് സ്വന്തമായിട്ടൊരു ഇൻഡിവിജ്വലായിട്ടൊരു അംബീഷൻ എന്തെങ്കിലും കാണില്ലേ? എല്ലാവരെയും പോലെ ഇങ്ങനെ അഭിനയിച്ച് സിനിമയിലേക്ക് എത്തിപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട് നമ്മൾ 2 പേരും. ഓക്കെ. വീട്ടിൽ ആരാണ് ദുഷ്ടത്തരം? വീട്ടിൽ ആരാണ് കൂടുതൽ ദുഷ്ടത്തരം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ, അവള് തന്നെയാണ്. വേൾഡ് ചോദിച്ചിരിക്കുന്നത്, പുതിയ വീട് എവിടെയാണ് വെക്കുന്നത്? പുതിയ വീടെന്ന് പറയുമ്പോഴത്തേക്ക് പഴയ ആ നിന്ന വീടിനെ അവിടെ തന്നെയാണ് പൊളിച്ചിട്ട് പുതിയ വീട് വെക്കുന്നത്. വേറെ ഒരു സ്ഥലം വാങ്ങി വീട് വെക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ചിലവാണ്. അത് മാത്രമല്ല നമുക്കതിനുള്ള ലോൺ എമൗണ്ടൊക്കെ പാസ്സാവാൻ ഇപ്പം നിലവിൽ അത്രയും എമൗണ്ട് പാസ്സാവാനുള്ള ആസ്തിയൊന്നുമില്ല. സോ ഇപ്പം പഴയ വീടിനെ അവിടെ തന്നെ പൊളിച്ച് ആ വസ്തുവിനെ തന്നെ ലോൺ വെച്ചിട്ട് അവിടെ തന്നെയാണ് പുതിയ വീട് വെക്കുന്നത്. മിസ്റ്റർ GK ചോദിച്ചിരിക്കുകയാണ്, മമ്മിന് ആരെയാ കൂടുതൽ ഇഷ്ടം? മമ്മിന് എനിക്ക് ഒരു പക്ഷേ അമ്മയ്ക്ക് അല്ല, അങ്ങനെ രണ്ടുപേരും ഒരേപോലെ അല്ല ഒരേപോലെ തന്നെയാണ് കാണുന്നത്. അങ്ങനെ ഇന്ന ആളെ കൂടുതൽ ഇഷ്ടം. ചില സമയത്ത് പെരുമാറ്റം കണ്ടെത്തും ചേട്ടനാണ് ഇഷ്ടം, ചില സമയത്ത് എന്നെയാണെന്ന് തോന്നുന്നു. അത് കന്നന്തിരി പോലെ ഇരിക്കും, ഡിപ്പെൻസ് അപ്പോൺ കന്നന്തിരം. മുഫ്ലിഹ മുസ്തഫ ചോദിച്ചിരിക്കുന്നു, യൂട്യൂബ് തുടങ്ങുമ്പോൾ അപമാനം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്കെന്നല്ല, പൊതുവേ എല്ലാവർക്കും തുടങ്ങുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു അപമാനം. അതൊരു ഓരോരോ മൈൽ സ്റ്റോൺ കഴിയുമ്പോഴത്തേക്ക് ഈ അപമാനം എന്ന വാക്ക് മാറി അഭിമാനമായിട്ട് മാറും. ജസ്റ്റ് ഒരു വാക്കിൻ്റെ വ്യത്യാസമാണ്. അപമാനം മാറി അഭിമാനമായി മാറും. അത് ഓരോ മൈൽ സ്റ്റോൺ. ഇപ്പം 0 സബ്സ്ക്രൈബേഴ്സ് തുടങ്ങി 10,000 ആകുമ്പോഴത്തേക്ക് പുച്ഛത്തിൻ്റെ ആ ഒരു ചിരിയുടെ വോൾട്ടേജ് കുറഞ്ഞ് ഇങ്ങനെ പുച്ഛിച്ച ഭാവം മാറി
ചെറിയൊരു ചിരിയിലെത്തും. അതൊരു 100K എത്തുമ്പോഴത്തേക്ക് 1 മില്യനോ പൊളിച്ചല്ല ഞാൻ അന്നേ പറഞ്ഞു എന്ന രീതിയിലോട്ട് മാറും. അത് ആൾക്കാരുടെ ആ ഒരു ഇത് മാറിക്കൊണ്ടേയിരിക്കും. അലീന ചിന്നു, ചേട്ടൻ്റെ റോൾ മോഡൽ ആരാണ്? എൻ്റെ റോൾ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കങ്ങനെ പുറത്ത് പോയി റോൾ മോഡൽസിന് എടുക്കേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ. ലിനു ഫിയ ചോദിച്ചിരിക്കുന്നത്, വാട്ട്സ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? കണ്ടിന്യൂ വിത്ത് യൂട്യൂബ് ഓർ യു വിൽ ഫൈൻഡ് അനദർ ജോബ് ഓർ സംതിങ്? യൂട്യൂബ് എന്തായാലും വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം നമ്മൾ ഇന്ന് എന്തെങ്കിലും ആയിട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ്. അപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന സാധനത്തിന് അങ്ങനെ ഡ്രോപ്പ് ചെയ്യാനൊരു ഉദ്ദേശം നിലവിലില്ല. സിന്ധു വി ചോദിച്ചിരിക്കുന്നത്, എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വരുമോ? പിന്നെന്താ, നമുക്കെന്തുവാ, നിങ്ങൾ വാ ഫോട്ടോ എടുക്കാം. അടുത്ത സാബു മിന്നു ചോദിച്ചിരിക്കുകയാണ്, യുവർ ഫേവറേറ്റ് ഫുഡ്? നിൻ്റെ ഫേവറേറ്റ് ഫുഡ്? അമ്മ ഉണ്ടാക്കണ ചോറും കറി. എനിക്ക് പിസ്സ, ബർഗർ, ഷവായി, അൽഫാം, ഇതൊന്നും അല്ല. എനിക്ക് അങ്ങനെ ജങ്ക് ഫുഡ്സിനോട് താല്പര്യമില്ല. വല്ലപ്പോഴും മാസത്തിലൊരിക്കൽ കഴിക്കുന്നത്. കൂടുതലും ഇഷ്ടം എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയുടെ ചോറ്, പിന്നെ നെത്തോലി പൊരിച്ചത്, പിന്നെ നല്ല മുരുമുരാന്നിരിക്കാൻ എന്തെങ്കിലും തോരനോ, അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഇച്ചിരി അച്ചാർ. അത് ഇപ്പോൾ മാങ്ങ സീസണിൽ നമ്മൾ നല്ല കിടിലായിട്ടൊരു അച്ചാറുണ്ടാക്കി. അച്ചാർ, പിന്നെ ഇതേ സാധനം തന്നെ പിറ്റേ ദിവസം അമ്മ ഇതായിട്ട് പഴങ്കഞ്ഞിയായിട്ട് തരും. ആ നല്ല ചൂട് സമയത്ത് ആ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ കരുവാട് പപ്പടം എല്ലാം കൊണ്ടെങ്കിൽ പിന്നെ ഇത്തിരി ഉള്ളിയൊക്കെ ഇട്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത്. നോട്ടീസ് മൊർഫിറ്റ് ചോദിച്ചിരിക്കുകയാണ്, മാളുവിൻ്റെ ഒറിജിനൽ നെയിം എന്താ? എൻ്റെ പേര് ആര്യ. ഓക്കെ. മെഗാ പാർവതി, ഏത് ആക്ടറിനെയാണ് ഇഷ്ടം? ഏത് ആക്ടറിനെ ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഇന്ന ആളെന്നില്ല, ഒരുപാട് പേരെ ഇഷ്ടമാണ്. മമ്മൂട്ടി, മോഹൻലാൽ, ടൊവിനോ, ഫഹദ്, നിവിന്, ദുൽഖർ, പൃഥ്വിരാജ്. ഏറ്റവും കൂടുതൽ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെയാണ് കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ആൾക്കാരുള്ളത്. കാര്യം നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരു തരം ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഞാൻ അങ്ങനെ മറ്റ് ഇൻഡസ്ട്രിയിൽ അധികം കണ്ടിട്ടില്ല. നമ്മുടെ ഇൻഡസ്ട്രി അത്രയും നല്ല ഒരുപാട് നല്ല ടാലൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉള്ള ആൾക്കാരുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. പിന്നെ എന്ന് വെച്ചാൽ മറ്റ് നടന്മാരെ ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇനിയുണ്ട്. കാര്യം ഇപ്പോൾ അല്ലു അർജുൻ, വിജയ്, ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ, അങ്ങനെയൊക്കെ മറ്റ് സൂര്യ, അങ്ങനെ വിക്രം, കമൽഹാസൻ, നല്ല ടാലൻ്റ് ആയിട്ട് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അവരെയൊക്കെ ഇഷ്ടമാണ്. അമീൻ പച്ചക്കൽബ് ഒരു സോങ് പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പഠിക്കും. ഏതെങ്കിലും പറഞ്ഞു കേട്ടൊന്നും ഇപ്പൊ ഞാൻ പറയുന്ന പാട്ട് ഇപ്പൊ പാടിത്തരുമോ? ഇംഗ്ലീഷ് വേണോ? അല്ല, ഇംഗ്ലീഷ് ഉണ്ടായിരുന്നില്ല. തമിഴ് വേണോ, ഹിന്ദി വേണോ, മലയാളം വേണോ? പറ. തമിഴ്. കുക്കുരു കുക്കുറുക്കൻ കക്കിരി കക്കും കറമ്പ് പണ്ടൊരു കാട്ടിലെത്തി, മുന്തിരി കണ്ടു കുതിച്ചു, നാക്കിൽ വെള്ളം കുതിച്ചു, കൊമ്പത്ത് നോക്കി നിന്നു. ലിറിക്സ് അറിഞ്ഞൂടാ. അബി 190, ഫേവറേറ്റ് യൂട്യൂബർ ഒരാളായിട്ട് പറയാൻ പറ്റത്തില്ല, ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ചട്ടമ്പീസ്, കാർത്തിക് സൂര്യ, സംഗീതേട്ടൻ ആൻഡ് ഫാമിലി, അവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ M4Tech, പുള്ളിയുടെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണാറുണ്ട്. പുള്ളി ഇങ്ങനെ ചെയ്ത് ഓരോരോ സംഭവങ്ങളൊക്കെ ആ സക്സസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫിറോസിക്ക, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്ഷറ, നിങ്ങൾ എങ്ങനെയാണ് ഈ നിലയിലെത്തിയത്? ഞങ്ങൾ എങ്ങനെയാണ് ഈ നിലയിലെത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക്. ചുമ്മാ ഒന്നും നമുക്ക് ഒരിടത്തും എവിടെയും എത്തിപ്പെടാൻ പറ്റത്തില്ല. ഹാർഡ് വർക്ക് അതുകൊണ്ട് മാത്രമേ നമുക്ക് എവിടെയും ഇതിലെന്നല്ല എവിടെയും എത്തിപ്പെടാൻ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അച്ഛനും അമ്മയും വഴക്കിടാറുണ്ടോ? പാർവതി ചോദിച്ചിരിക്കുകയാണ്. വഴക്ക് ഉണ്ട്. അത് ചട്ടിയും കലാവുമ്പോൾ തട്ടിയും മുട്ടി ഇരിക്കണമല്ലോ, അതാണല്ലോ പ്രകൃതി നിയമം. അതുകൊണ്ട് പതഞ്ജലി, അച്ഛനോ അമ്മയോ അനിയത്തിയോ ആണ് കൂടുതൽ ഇഷ്ടം? എൻ്റെ അടുത്താണ് ആ ചോദ്യം ചോദിച്ചതെങ്കിൽ സോറി, അമ്മ അനിയത്തിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെയാണ് ആ ചോദ്യം. അപ്പം എനിക്കതിൽ കൂടുതൽ ഇഷ്ടം എനിക്ക് 3 പേരും ഒരേപോലെ ഇഷ്ടമാണ്. കാര്യം എനിക്കിതിൽ ആരെയും അങ്ങനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. അച്ഛൻ, അമ്മ, അനിയത്തി, ഈ ഒരു കുടുംബം എൻ്റെ കുടുംബമാണ്. എൻ്റെ ഒരു എന്താ പറയുക, നിന്റെ പേര് പറയണമായിരിക്കും. ഓക്കെ, മാളുക്കുട്ടിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ശശികുമാർ ചോദിച്ചിരിക്കുകയാണ്, പഴയ വീടും സ്ഥലവും മാറ്റി ഇങ്ങനത്തെ വീടാണ് ഉദ്ദേശിക്കുന്നത്. എത്ര സെൻറ്റാണ് ഇപ്പോൾ ഇനി പണി തുടങ്ങുന്നത്? ഓക്കെ, പണി ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. പഴയ വീടും സ്ഥലം മാറ്റി എങ്ങനത്തെ വീടാണ് അത്? ആ വീട് മാറ്റിയിട്ട് ഒരു പുതിയ 2 നില വീട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടെ എത്ര സെൻറ്റ് പെരയിടം എന്ന് വെച്ചാൽ 5.5 സെൻറ്റ് പെരയിടമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്.
വിജയ് വിക്രം, നിങ്ങൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ്? ഞങ്ങൾ തമ്മിൽ 4.5 വയസ്സിൻ്റെ ഏജ് ഡിഫറൻസ് ആണ് ഉള്ളത്. അഭിഷേക്, ദളപതി വന്നിട്ട് കാണാൻ പോയില്ലേ? കഴക്കൂട്ടത്ത് വന്നായിരുന്നു, കാണാൻ പോയില്ല. കാര്യം അന്ന് എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഇവക്കന്ന് വേറെ ഒരു പണി ഇല്ലാത്തതുകൊണ്ട് പോകാൻ പോയില്ല. കാര്യം അതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ എല്ലും പൊടിയായിട്ട് വരേ ഉള്ളൂ. കാര്യം ഒരു ദളപതി വന്ന സമയത്ത് ആ വണ്ടിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാം. അപ്പോൾ നമ്മുടെയൊക്കെ എല്ലും എങ്ങനെയൊക്കെ ഇടിച്ചു പൊടിച്ച് പോകുമെന്ന് നമുക്കറിയാമല്ല. അത്രയ്ക്ക് ക്രൗഡാണ്. യൂസർ സംതിങ് പേരില്ല. അപ്പം നിങ്ങളുടെ കോൾഗേറ്റിൽ ഉപ്പുണ്ടോയെന്ന്. ഉപ്പില്ലല്ലേ? കുരുമുളകും പച്ചമുളകും അങ്ങനെ എന്തൊക്കെയാ ഉള്ളു കേട്ടോ, ഉപ്പില്ല. എന്തൊക്കെ ചോദ്യം. ഐഷാസ് വേൾഡ്, നിങ്ങളുടെ എല്ലാവരും നെയിം എന്താ? ഓക്കെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊരു ഹായ് തന്നെ. ഹായ് ഐഷ. ഓക്കെ. ഷെറിൻ, സ്ക്രിപ്റ്റഡ് അല്ലാത്ത ഒരു റീൽ ചെയ്യാവോ? സ്ക്രിപ്റ്റഡ് അല്ലാത്ത ഒരു റീലോ? യു മീൻ ഡെയിലി ലൈഫിൽ നടക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും സംഭവമാണോ? അത് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പം ഷവർമയൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് വന്നപ്പോൾ എടുത്തൊരു സാധനമാണ്. അതിലങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിട്ടൊന്നുമില്ല. ഗണേഷ്, സിനിമയിൽ അവസരം കിട്ടിയാൽ പോകുമോ? പോകാതിരിക്കാൻ സിനിമാക്കാരുമായിട്ട് നമ്മളുമായിട്ട് വലിയ പണക്കമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പോകും. വിളിക്കുകയാണെങ്കിൽ പോകും. ഓക്കെ. അവസരം കിട്ടുകയാണെങ്കിൽ പോകും. എന്ന് വെച്ചാൽ ഇങ്ങോട്ടൊന്നും വിളിക്കുന്നില്ല, നമ്മൾ അവസരം അങ്ങോട്ടും ചോദിക്കും, കിട്ടിയാൽ പോകും. യൂസർ, പെങ്ങളെ കല്യാണം കഴിഞ്ഞില്ലേ? കഴിഞ്ഞായിരുന്നാ? എൻ്റെ അറിവിലില്ല. ഹായ്, ഞാൻ ബാംഗ്ലൂരാണ് ഉള്ളത്. നിങ്ങളുടെ വീഡിയോസ് എല്ലാം കണ്ട് ചിരിച്ച് ചാകാറുണ്ട്. മാളു വർക്ക് ചെയ്യുന്നില്ലേ? ഇല്ല. അമ്മ അച്ഛൻ എല്ലാവരും പൊളിയാണ് കേട്ടോ. താങ്ക് യു. വീട് പണി കഴിഞ്ഞിട്ട് കല്യാണം ഉണ്ടാകുമോ? അടുത്ത വീഡിയോയിൽ പറയാം അതിനെക്കുറിച്ച്. ഓഫീസ് വർക്കിന് ഇടയ്ക്ക് നിങ്ങളുടെ വീഡിയോസ് കാണുന്നത് കൊണ്ട് എനിക്ക് ടെൻഷൻ കുറഞ്ഞ് കിട്ടുന്നുണ്ട്. അത് അറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ എഡിറ്റിംഗ് ആപ്പ് ഏതാ ചേട്ടാ? ഞങ്ങളിപ്പം എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പ്രീമിയർ പ്രോ ഉണ്ട്, പിന്നെ മൊബൈലിലാണെങ്കിൽ ഇൻഷോട്ട് ഉണ്ട്, പിന്നെ വി എൻ എഡിറ്റിംഗ് ആപ്പ്, അങ്ങനെ ഒരു സാധനമുണ്ട്, പേര് ഞാൻ മറന്നു കേട്ടോ. വീഡിയോസിൽ കാണുന്ന പോലെ തന്നെയാണോ റിയൽ ലൈഫിൽ? യെസ്, വീഡിയോസിൽ കാണുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ റിയൽ ലൈഫിലും. രാജേന്ദ്രൻ നായർ ചോദിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ 4 പേരും അല്ലാതെ വേറെ ഒരാളുണ്ടല്ലോ, ആരാണ്? അമൽ, കുട്ടു എന്ന് ഞങ്ങൾ വിളിക്കുന്നു. ഞങ്ങളുടെ കസിൻ തന്നെയാണ്. ഞങ്ങളുടെ പഴയ വീടില്ലേ, ഇപ്പം നമ്മളിപ്പോൾ വീട് വെക്കുന്ന അവിടുത്തെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് അവൻ്റെ സ്ഥലം. വിജയ് വിക്രം, നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അച്ഛനും അമ്മയും വീഡിയോ വരുമ്പോൾ എത്ര ടേക്ക് എടുക്കും? അച്ഛൻ അധികം ടേക്ക് അങ്ങനെ എടുക്കാറില്ല. പൊതുവേ അമ്മയ്ക്കാണ് കൂടുതൽ ടേക്ക് വരാറുള്ളത്. അമ്മയ്ക്ക് ഒരു 15 സെക്കൻഡ് സാധനം പറയണമെങ്കിൽ അമ്മയ്ക്ക് ഒരു ഹോൾ ഡേ തന്നെ വേണം. എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ഒരു 10-30-40 ടേക്കോളം അമ്മ പോയിട്ടുണ്ടെന്നാണ്. അതെ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ ഈ പണി ചെയ്യണില്ല, ഇതൊന്നൊരു ഭയങ്കര പാടുള്ള ഡയലോഗൊക്കെ കാരണം പറഞ്ഞ് ഭയങ്കര അത്രയും ടേക്ക് പോകാറുണ്ട്, അത്രയും ബഹളത്തിനും പോകാറുണ്ട്. ഗോപിക ചോദിച്ചു, എത്ര വർഷമായി നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്? 2-2.5 വർഷമാകും. റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട്. ഈ യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങിയൊന്നുമില്ല. ഇത് നമ്മൾ സാധാരണ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ മേടിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഗൂഗിളിൽ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ടാകും. അപ്പം അതിനകത്ത് കുറച്ച് അന്ന് മെമ്മറി എങ്ങാണ്ട് ഫുള്ളായപ്പോഴത്തേക്കും വീഡിയോസ് ഈ യൂട്യൂബ് ചാനലിൽ പ്രൈവറ്റ് ആയിട്ട് എടുത്തിട്ടിരുന്നത്. അങ്ങനത്തെ ഒരു ചാനലായിരുന്നു. പിന്നീട് ഈ 2 വർഷമായിട്ടാണ് റെഗുലറായിട്ട് വീഡിയോസ് ചെയ്ത് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇടാൻ തുടങ്ങി. 2 വർഷമായിട്ടുള്ളൂ. പൈജൂസ് വേൾഡ്, ബിഗ് ബോസിൽ നിങ്ങൾ വിളിച്ചാൽ പോകുമോ? ബിഗ് ബോസിൽ ഞങ്ങൾ വിളിച്ചാൽ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പിന്നെ പൊതുവേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യണമെന്നാണ് ഷോ കണ്ടതെടുത്തോളം മനസ്സിലായത്. ഈ വീട്ടിൽ ഇതുവരെയായിട്ടും ഒരു കമന്ന് കിടക്കുന്ന കരിയെല്ലാം എടുത്ത് നൂത്ത് പോലും ഇടാത്ത ഞങ്ങൾ അവിടെ പോയിട്ട് എന്ത് മലമറിക്കാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ അവരുടെ ഒരു ഗെയിം സ്ട്രാറ്റജി, പിന്നെ ഒരാളെ സംസാരിച്ചിരുത്താനുള്ള അത്രയും ഒരു നാവിന് പവർ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അവിടെ ചെന്ന് ചിലപ്പോൾ ഇങ്ങനെ ബബ്ബ അടിച്ചിട്ട് തിരിച്ചു വരേണ്ടി വരും. അതിനേക്കാൾ നല്ലത് പോകാതിരിക്കാനാണ് നല്ലതെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ നല്ല മൈൻഡ് ഗെയിമൊക്കെ കളിക്കേണ്ട ഒരു സ്റ്റേജാണത്. അതുകൊണ്ട് ഇൻസ്റ്റാ ഐ ഡി എന്താണ്? എൻ്റെ ഇൻസ്റ്റാ ഐ ഡി എന്ന് പറയുന്നത് ഈ ചാനലിൻ്റെ പേര് പോലെ തന്നെയാണ്, അരുൺ J224. വീട് ശരിയാക്കുന്നില്ലേ? വീട് ശരിയാക്കുന്നുണ്ടല്ലോ, അത് പണി ഇങ്ങനെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിഷാദ് ചോദിച്ചിരിക്കുകയാണ്, നിങ്ങളിൽ ഒരാൾ മാരേജ് കഴിഞ്ഞ് പോയാൽ യൂട്യൂബ് തുടർന്ന് കൊണ്ടുപോകുമോ ചേട്ടാ?
യൂട്യൂബ് തുടർന്ന് കൊണ്ടുപോകും. ഈ മാരേജ് കഴിഞ്ഞ് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ നിന്ന് റേഷൻ കാർഡിൽ നിന്ന് പേര് വിട്ടുക എന്നല്ലല്ലോ. അത് പോയി കഴിഞ്ഞാൽ മാരേജ് കഴിഞ്ഞ് പോയാലും വീഡിയോസ് ചെയ്യാൻ നമുക്ക് ഇവിടെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതൊരു ഇതല്ല. ഞാൻ ഡെയിലി വരും. ഓക്കെ, വീഡിയോ ചെയ്യും, അത് തുടർന്ന് കൊണ്ടുപോകും. റിനിൽ തുമ്പത്ത്, സിവിൽ എഞ്ചിനീയറിങ്ങിന് ഒരുപാട് PSC ചാൻസസ് ഉണ്ട്. ട്രിവാൻഡ്രത്ത് തന്നെ കോച്ചിങ് സെൻറ്റർ ഉണ്ട്, ഒന്ന് ശ്രമിച്ചൂടെ? ഇത് അമ്മ കാണണ്ട, ഞാൻ ചിലപ്പോൾ എന്നെ പറഞ്ഞു വിടും. ചോദ്യം കാണാത്ത പോലെ ഇരിക്കാം. ഓക്കെ, സച്ചിൻ, നിങ്ങളുടെ അച്ഛൻ എന്താണ് ജോലി? അച്ഛൻ്റെ വരുമാനത്തിലാണോ ആ കുടുംബം മുന്നോട്ട് പോകുന്നത്? അച്ഛൻ്റെ ജോലിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞായിരുന്നു. അച്ഛൻ്റെ വരുമാനത്തിലാണോ മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതെ, അച്ഛൻ്റെ വരുമാനത്തിൽ തന്നെയാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. നല്ല സന്തോഷമുള്ള കാര്യമാണ്. മുഫ്തി വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അമ്മയാണോ അതോ അച്ഛനാണോ? സപ്പോർട്ട് രണ്ടുപേരും ഒരേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഈ ഇന്നൊരാളുടെ 60% സപ്പോർട്ട്, ഇന്നൊരാളുടെ 40% സപ്പോർട്ട് കൊണ്ടല്ല, രണ്ടുപേരും ഒരേപോലെയാണ് നമുക്ക് സപ്പോർട്ട് തരുന്നത്. റഷീദ് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, ചേച്ചിയെ കല്യാണം കഴിച്ച് പോകുമ്പോൾ ചേട്ടൻ കരയുമോ? പ്ലീസ് പറയണേ. കല്യാണം കഴിച്ച് പോകുന്ന കരയെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി കരയത്തില്ല. കാര്യം ഇത് എങ്ങനെയെങ്കിലും പോട്ടെന്നല്ലേ ഞാൻ വിചാരിക്കുള്ളൂ. ചുമ്മാടി സത്യം എനിക്ക് അല്ല, സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. കാര്യം ഞങ്ങൾ ഇത്രയും നാളും ചങ്കേ കരളെ പൊന്നെ ഒരു മെയ് ഒരിതെന്ന് പറഞ്ഞാൽ ഒറ്റ ചങ്കായിട്ട് നിൽക്കുന്നവരാണ്. അപ്പം പെട്ടെന്ന് പോകുമെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉറപ്പായിട്ടും നല്ല വിഷമം ഉണ്ടാകും. കരയുമായിരിക്കും, പിടിച്ചു വയ്ക്കും, എന്നാലും കരയും. പറ്റൂലടി നിന്നെ പ്രിയാൻ. യൂസർ, വീട് പണി പാർട്ടി ഇനിയും വേണം. ഓക്കെ, അത് വീട് പണി പാർട്ടി ഇനിയും ഇടുന്നതായിരിക്കും. ബച്ചു ലത്തീഫ് ചോദിച്ചിരിക്കുകയാണ്, ഏട്ടൻ പാരയാണോ അനിയത്തിക്ക്? അനിയത്തി പാരയാണോ ഏട്ടന്? പരസ്പരം പാരകളാണ്. നമ്മുടെ പാര വയ്ക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് വീഡിയോസിലൂടെ ആദ്യം ഹിറ്റായ സാധനം. അത് നമ്മളൊരു സീരീസ് പോലെ ടോം ആൻഡ് ജെറി എന്നുള്ള രീതിയിൽ ചെയ്തു തന്നു. അപ്പം ഞങ്ങളുടെ പാരകൾ ആൾക്കാർ എൻജോയ് ചെയ്യാറുണ്ടായിരുന്നു. അനു PT, ചേട്ടൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ചേട്ടൻ വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ലോട്ടസ് കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ സൈറ്റ് എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദീപ അനിൽ, നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ഏതാണ്? ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഫസ്റ്റ് വീഡിയോ ആണെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ഒരു ഇവളിങ്ങനെ ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ പുറകെ കൂടെ ഒന്ന് കണ്ണുകുത്തി പിടിക്കുന്നു, എന്നിട്ട് ഇങ്ങനെ പേടിക്കുമ്പോഴത്തേക്ക് അവൾ ചൂല് വെച്ച് എനിക്ക് അടിക്കുന്നു. അതൊരു ക്യൂട്ട്നെസ് വാരി പിതർന്ന ഒരു വീഡിയോ ആയിരുന്നു. എനിക്ക് ഞങ്ങൾ തമ്മിലുള്ള ഫസ്റ്റ് വീഡിയോ, ഞാൻ ചെയ്ത ഫസ്റ്റ് വീഡിയോ എനിക്ക് ഓർമ്മയില്ല. രേഖ, ബിഗ് ബോസ് ഫാനാണോ? അതെ, ബിഗ് ബോസ് ഫാനാണ്. കാര്യം നമുക്ക് കുറേ കണ്ടൻസ് അതിനകത്ത് നിന്ന് തന്നെ കിട്ടും. അപ്പം അത് തുടർച്ച ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടും, അതുകൊണ്ട് കാണുന്നതാണ്. ലവായ്സ്, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കൽ, തെറ്റിക്കൽ, തല്ലുകൊള്ളിക്കൽ, ഉപദേശം പറയൽ, ചളി പറയൽ ആരാ? വെറുപ്പിക്കൽ ഒരു പക്ഷേ എവളായിരിക്കും. ചളി പറയാറ് ഞാനാണ്, തെറ്റിക്കൽസ് അമ്മയാണ്, തല്ലുകൊള്ളൽ ഞാനാണ്, ഉപദേശം പറയൽ അച്ഛനാണ്. ഹജറ, നിങ്ങളിൽ ആരാണ് കെയർ ഉള്ളത്? നല്ല കെയർ ഉള്ളത് ഞാൻ തന്നെയാണ്. എന്ത് വല്ല സംശയമുണ്ടോ? ഉണ്ട്. ഇതാണ് കെയറിങ്. ഓക്കെ, എൻ്റെ വീട് ടീം ആറ്റിങ്ങിലാണ്. ട്വിങ്ക്ലിംഗ് ചോദിച്ചിരിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഫാനാണ്. എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഹായ് ടിങ്ക്ലിംഗ്, താങ്ക് യു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്കൊരു ഒന്ന് നിങ്ങളെ കാണാൻ പറ്റുമോ? പറ്റാത്ത എന്താ, ഷുവർ, നമുക്ക് എന്തെങ്കിലും കാണാം. അതുമാത്രം പോരാ, ഒരുമിച്ച് നിന്ന് പിക്ക് എടുക്കണം. പിന്നെന്താ, ഒരുമിച്ച് നിന്ന് നമ്മളൊരു റീൽ എടുത്ത് വീഡിയോ എടുത്ത് സ്റ്റോറി തന്നെ ഇടും. നികിത, അടിപൊളി വീഡിയോസ് ആണ് ബൈ ദ വേ. കണ്ടന്റ് ഒക്കെ ആരുടെ ഐഡിയ ആണ്? കണ്ടന്റ് ഒക്കെ ചേട്ടൻ്റെ പേര് പറയാം, എനിക്ക് ആത്മപ്രശംസ ഇഷ്ടമല്ല. ഇനിയിപ്പോൾ ഞാൻ നിന്റെ പേര് പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ട ചേട്ടൻ. അതെനിക്ക് അതെന്തോ ഔദാര്യം പോലെ തരയാണ്. അടുത്തത്, ആരാണ് കൂടുതൽ പാഷനേറ്റ് വീഡിയോ എടുക്കുന്നതിൽ എന്നും ചോദിച്ചിട്ടുണ്ട്. ബിഗ്ഗസ്റ്റ് ഡ്രീം ഇൻ യുവർ ലൈഫ്? രണ്ടാളുടെയും ബിഗ്ഗസ്റ്റ് ഡ്രീം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തട്ടിയും മുട്ടി നല്ലൊരു ഒക്കെ ബിഗ് സ്ക്രീനാണ്. എനിക്ക് തട്ടിയും മുട്ടി നല്ലൊരു യൂട്യൂബ് ജീവിതം നയിക്കണമെന്നുണ്ട്. എന്ന് പറഞ്ഞ് ബിഗ് സ്ക്രീനിന് താല്പര്യം ഇല്ല എന്നല്ല, അതിലുമുണ്ട്.
വർണ്ണ, നിങ്ങളുടെ കണ്ടന്റ് ഡയലോഗ് എല്ലാം എഴുതുന്നതാരാ? ഇത് എഴുതി വെച്ചിട്ടുള്ള ഒരു സംഭവം നമ്മൾ റിയലായിട്ട് ചെയ്യാറില്ല. നമ്മൾ ഇപ്പം ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ ആ സമയത്ത് നമ്മൾ എങ്ങനെ സംസാരിക്കും അതാണ് ചെയ്തു വിടുന്നത്. ഇപ്പം നമ്മളിപ്പം ഒരു പേപ്പർ എടുത്ത് എഴുതി വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ ഇല്ല, അത് എഴുതി വായിക്കും പോലെ ആയിപ്പോവും. അതുകൊണ്ട് നമുക്ക് ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒരു സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയൊക്കെ പെരുമാറാം എന്നുള്ളത് മാത്രമാണ് ചെയ്തത്. എഴുതി വായിക്കുന്ന ഒരു സ്ക്രിപ്റ്റായിട്ട് അങ്ങനെയൊന്നും ചെയ്യാറില്ല. സീമ, നിങ്ങളുടെ വീഡിയോസ് കണ്ട് കുലുങ്ങി ചിരിച്ച ഒരാളാണ് ഞാൻ. ഓക്കെ, താങ്ക് യു. ഇത്രയും കിണ്ണം കാച്ചിയ ഐഡിയാസ് ഡെഫിനറ്റ്ലി അരുണിൻ്റെ തലയിൽ ഉദിക്കൂ എന്നറിയാം. ഓ കണ്ട, അപ്പോൾ ബുദ്ധിയുള്ളവരുണ്ട്. ഇയാളുടെ ചില എക്സ്പ്രഷൻസ് ഒക്കെ കാണുമ്പോൾ ഹ്യൂയോ ചിരിച്ച് പണ്ടാരടങ്ങും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾസോ ചില വീഡിയോസിൽ ബംഗാളിയായിട്ട് അഭിനയിക്കുന്ന ആ പയ്യൻ നിങ്ങളുടെ റിലേറ്റീവ് ആണോ? ആണ്. പിങ്കി ഫിംഗറിലെ നെയിൽസ് ഇത്രയും നീട്ടി വളർത്തുന്നത് എന്തിനാ? പിങ്കി ഫിംഗർ എന്ന് വെച്ചാൽ ബോഡി പിങ്കി ഇനി തള്ളവിരലാണോ ഉദ്ദേശിച്ചത്? തള്ളവിരലിൻ്റെ നഖമില്ല, നീട്ടി വളർത്തിയിട്ടില്ല, വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും എന്ത് ചെയ്യുന്നു? എവിടെയാ വീട്? പഴയ വീട് പൊളിച്ചത് എന്തിനാ? റിനോവേറ്റ് ചെയ്താൽ പോരായിരുന്നോ എന്ന് ജീന പീറ്റർ ചോദിച്ചിട്ടുണ്ട്. പഴയ വീട് റിനോവേറ്റ് ചെയ്താൽ മതിയോ? നല്ലൊരു ചോദ്യമാണ്. കാര്യം ആ വീട് ഞങ്ങൾക്ക് ഒരു റൂം എക്സ്ട്രാ ഇറക്കണം, സിറ്റ് ഔട്ട് വേണം, പിന്നെ ഡൈനിങ് ടേബിളൊക്കെ ഇടാനൊരു ഡൈനിങ് ഏരിയ വേണം. അതെല്ലാം കൂടെ ആലോചിച്ചപ്പോഴത്തേക്ക് ആ സ്ഥലം വളരെ കുറവാണ്. ആ വീടിനകത്ത് ഒരു സ്റ്റെയർ കേസ് വെച്ച് കയറി തിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ടേബിൾ പോലും ഇടാനുള്ള സ്ഥലം അകത്തില്ല. പിന്നെ പുറത്തുകൂടെ ചെയ്തെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, അതൊരു പ്രൈവറ്റ് സ്പേസ് ആയി പോകും പുറത്തുകൂടെ സ്റ്റെയർ ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും. അപ്പം പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഇത് ഇത്രയും പൊളിച്ചിട്ട് ചെയ്താൽ മതി എന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് പഴയ വീട് പൊളിച്ചത്. കാര്യം ഇനി നമ്മൾ വരുന്ന ഫ്യൂച്ചറിനെ കൂടെ ആലോചിക്കണം. ഇങ്ങനൊരു വീടിനെ തട്ടിക്കൂട്ടി നമ്മളിപ്പോൾ ഒരു റൂം കൂടെ ഇറക്കി വെച്ചെന്ന് വെച്ചു. അപ്പോൾ ഇനിയൊരു വരുന്ന തലമുറയ്ക്ക് അയ്യോ നമുക്ക് സൗകര്യങ്ങൾ പോരാ, നമ്മൾ ഡാഡി എന്താ ഇങ്ങനെ ചെയ്ത്, അപ്പൂപ്പൻ എന്താ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാകെ കഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് വീടെന്ന് പറയുമ്പോൾ നമ്മളൊരു 50 വർഷത്തേക്ക് ഫ്യൂച്ചറിനും കൂടെ ആലോചിച്ചിട്ടായിരിക്കും വയ്ക്കുന്നത്. പക്ഷേ അതിൽ തന്നെ നമ്മളിപ്പം റോഡ് ലെവലിനൊക്കെ കുറച്ച് പൊക്കണമെന്നുണ്ട്. പക്ഷേ അത് പൈസയുടെ കുറച്ച് ടൈറ്റ് കാരണം അത്രയും പൊക്കുന്നില്ല. ഒരു ജസ്റ്റ് ചെറുതായിട്ട് മാത്രമേ പൊക്കി, ആ പ്ലോട്ട് താന്നാണ് കിടക്കുന്നത്, അതുകൊണ്ട് ചെറുതായിട്ട് മാത്രമേ പൊക്കി വെക്കുന്നുള്ളൂ. മിന്നൂസ് 21, ചേട്ടന് ബിടെക് സപ്ലി ഉണ്ടായിരുന്നു. എത്ര എണ്ണമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 13 അത്രയൊക്കെ വരും. അത്രയും പിന്നോക്കമുള്ള ഒരാളൊന്നുമല്ല, ഒരു മിഡിൽ ക്ലാസ് പഠിപ്പിക്കുകയാണ് കേട്ടോ. എത്ര എണ്ണം? ഒരു 13-14 എണ്ണം എല്ലാം എഴുതിയെടുത്തു. ഹൗ വാസ് ബിടെക് ലൈഫ്? എല്ലാം എഴുതിയെടുത്തായിരുന്നു. അതായത് 4th ഇയർ കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ തന്നെ എല്ലാ സപ്ലൈ എഴുതി ക്ലിയർ ചെയ്തു. കാര്യം അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എഴുതുന്ന സപ്ലൈക്ക് ഞാൻ തന്നെ പൈസ സമ്പാദിച്ച് ഞാൻ ആ സപ്ലൈ എഴുതണം. 6 മാസം വരെയുള്ള സമയത്തിനുള്ളിലാണെങ്കിൽ അച്ഛൻ അതിനുള്ള ഫീസ് തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വേറെ എൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് 6 മാസം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് ആ സപ്ലൈ എല്ലാം എഴുതിയെടുക്കുകയാണ് ഉണ്ടായത്. താങ്ക് യു വെരി മച്ച്. ബിടെക് ലൈഫ് ഭയങ്കര നന്നായിട്ടുണ്ട്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത, സ്കൂൾ ലൈഫിനേക്കാൾ കൂടുതൽ ഞാൻ എൻജോയ് ചെയ്തത് ബിടെക് ലൈഫ് തന്നെയായിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റില്ല, നല്ലൊരു ഇതായിരുന്നു. ഈ ഇടുന്ന വീഡിയോസ് ആരാണ് എഡിറ്റ് ചെയ്യുന്നത്? അതിൻ്റെ തുടക്കം കുറച്ച് ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്യും. എഡിറ്റ് എന്നല്ല അതിനെ പറയാറ്, അതിനെ വാരി വലിച്ചെടുത്ത് അങ്ങ് മിക്സ് ചെയ്ത് വെച്ച് തരും. പിന്നെ അതിൻ്റെ നല്ലതും ചീത്തയും മോശവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് അതിനൊരു നല്ലൊരു ഫോർമാറ്റിൽ എത്തിക്കുന്നത് ഞാനാണ്. ഉള്ളതേ ഞാൻ പറയുള്ളൂ. അതായത് ചുമ്മാ കുറച്ച് വ്ളോഗ് മാത്രം എടുത്തു വെച്ചിട്ട് ചേട്ടാ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പുറത്ത് പറയുമ്പോൾ അവൾ എഡിറ്ററാണെന്ന് പറയണം. പക്ഷെ അതിന് മാത്രമുള്ള ഒന്നും ചെയ്യൂല. ജസ്റ്റ് 10 വീഡിയോ ഉണ്ടെങ്കിൽ അതിനെ ജോയിൻ ചെയ്ത് വയ്ക്കും, അത്രേ ഉള്ളൂ. ആമിന ചോദിച്ചിരിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും കുട്ടികളെ പറ്റി എന്താണ് പറയാനുള്ളത്? അവർക്ക് ഞങ്ങളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ഉള്ളത്. സ്വന്തം കുട്ടികളെ പറ്റി ആരെയും മോശം പറയും. നിഖിൽ PS, വീട് പെയിന്റ് ചെയ്യൂ. ആദ്യം വീട് പണി തീരട്ടെ എന്നിട്ടല്ലേ പെയിന്റ് അടിക്കണ കാര്യം ആലോചിക്കണത്. ലീന മോൾ, ഭാവിയിൽ ആരാകാനായിരുന്നു ആഗ്രഹം? ഭാവിയിൽ ആരാകാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത്യാഗ്രഹമാണെന്നറിയാം, എന്നാലും പൃഥ്വിരാജിനെ പോലൊരു നടനാകണമെന്നാണ് ആഗ്രഹം. ഓക്കെ, മറ്റേതെങ്കിലും ആണെങ്കിൽ ഇനി അങ്ങനെ ഒരു ആക്ടിങ് പ്രൊഫഷനിലേക്ക് മാറുമോ? ആക്ടിങ് ഇപ്പം ഈ ചെയ്യുന്ന സിനിമയിൽ അഭിനയിച്ചാൽ മാത്രമേ അത് അഭിനയമാകും എന്നല്ല. ആക്ടിങ് ഈ യൂട്യൂബിൽ ചെയ്യുന്നതും ഒരു ആക്ടിങ് പ്രൊഫഷൻ തന്നെയാണ്. അപ്പം ഈ നാടകത്തിൽ ചെയ്യുന്ന ഒരു ഇപ്പോൾ അഭിനയിക്കാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അഭിനയിക്കാൻ താല്പര്യമുണ്ട്. നാടകത്തിൽ ഇല്ല, ചെറിയ റോഡ് തെരുവ് നാടകങ്ങളിൽ അങ്ങനെ അതിലൊന്നും അഭിനയിക്കില്ല. സീരിയലിൽ ഞാൻ അഭിനയിക്കില്ല. സിനിമയിൽ അതിൽ മാത്രമേ അഭിനയിക്കൂ. അത് അങ്ങനെയല്ല, എല്ലായിടത്തും ചെയ്യുന്നത് ആക്ടിങ് തന്നെയാണ്. സിന്ധു ചോദിച്ചില്ലേ അമ്മ ഉണ്ടാക്കി തരുന്ന ഏത് ഫുഡാണ് കുഞ്ഞുമകൾക്ക് ഇഷ്ടം? അമ്മ ഉണ്ടാക്കി തരുന്നതിൽ അങ്ങനെ ഞങ്ങൾക്ക് മോശമായിട്ടൊന്നുമില്ല, എല്ലാ ഫുഡും ഭയങ്കര ഇഷ്ടം തന്നെയാണ്.
കാവ്യ ചോദിച്ചിരിക്കണം, ഹായ് സുഖമാണോ എല്ലാവർക്കും, ഞാൻ എപ്പോഴും കമൻറ്റ് ഇടാറുണ്ട്, റിപ്ലൈ തരാറില്ല. അയ്യോ സോറി കാവ്യ, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത മാളു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. അത് മാളുവിനോട് തന്നെയാണ് ചോദ്യം. നിൻ്റെ അടുത്ത ചോദ്യം. എൻ്റെ ചോദ്യം മാളു ചേച്ചിയോടാ. ചേട്ടൻ എങ്ങനെയാ, കെയറിങ് ആണോ അതോ വഴക്കിടാറാണോ കൂടുതൽ? രണ്ടും ഒരേപോലെയാണ്, ബാലൻസ്ഡ് ആണ് കേട്ടോ. കെയറിങ് ചെയ്യും, അതോടൊപ്പം തന്നെ വഴക്കൂടും സാധനം. റിബൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഭയങ്കര മടിയന്മാരാണോ? എന്താണ് പുതിയ വീട്ടിലും വലിച്ചു വാരി ഇട്ടിരിക്കുന്നത്? ഈ ഇവിടെ വലിച്ചു വാരി ഇട്ടിരിക്കുന്നത് വെച്ചാൽ മടി, ഒരു പരിധി വരെ മടി തന്നെയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. പിന്നെ ഈ സാധനങ്ങളെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും അക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചിരിക്കുന്നത്. കാര്യം ഇത് ഡെയിലി നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ മാത്രമാണ് ഇങ്ങനെ ഈ അടുത്തടുത്തായിട്ട് ഇട്ടിട്ടുള്ളത്. ബാക്കി ഉള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ മണ്ടയിലും റാക്കിൻ്റെ മണ്ടയിലും അവിടുത്തെ ഇവിടെ അങ്ങനെ പല പല സ്ഥലത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതെ, നമുക്ക് അത്രയധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഗോപിക രാജേന്ദ്രൻ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പശ്ചാത്താപം എന്താണ്? പശ്ചാത്താപം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ചെയ്ത പാവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ പശ്ചാത്തപിക്കേണ്ടി വരുള്ളൂ. നമ്മളങ്ങനെ വലിയ പാവങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ല, ഞങ്ങൾ അങ്ങനെ പശ്ചാത്തപിക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിലില്ല. എന്തെങ്കിലും ഉണ്ടായിരിക്കാം, അതൊക്കെ അങ്ങനെ ഓർമ്മയിൽ അധികം ഒന്നും സൂക്ഷിക്കാറില്ല, മോശമായിട്ടുള്ള കാര്യങ്ങൾ. ഒന്നുണ്ട്, നമ്മുടെ വീട് പൊളിച്ചത്. അയ്യോ വീട് പൊളിച്ചതിന് ശേഷം വിചാരിച്ചു, അയ്യോ അത് പൊളിച്ചപ്പോഴത്തേക്ക് അത് ഭയങ്കര വേണ്ടായിരുന്നു എന്നും തോന്നിപ്പോയിട്ടുണ്ട്. അത് വേണ്ട, വേറെ എന്തെങ്കിലും പൊളിച്ചതിന് ശേഷം വിചാരിച്ചു എന്നാൽ വേണ്ടായിരുന്നു, വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലമോ വീടായിട്ട് ഉൾപ്പെടെ വാങ്ങിയാൽ മതിയായിരുന്നല്ലോ, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു വീട് കിട്ടിയേനെ, അങ്ങനെയൊക്കെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇൻവിസിബിൾ, സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ച് നിങ്ങളാണ് പിന്തുണ, നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് ഈ ചാനൽ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ. അപ്പം നിങ്ങളോടാണ് എന്നും നന്ദി പറയുന്നത്. കണ്ണൻ സാബു, യൂട്യൂബ് ലൈവ് തുടങ്ങിയ ശേഷം ഉണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് പറയാമോ? ഐ മീൻ ആഫ്റ്റർ അപ്ലോഡിങ് എ പർട്ടിക്കുലർ വീഡിയോ ഓർ സോ, അല്ലെങ്കിൽ വല്ലാതെ ഹാർട്ട് ചെയ്ത എനി കമൻറ്റ്സ്. അത് ഒരു സ്പെസിഫിക് ഒരു പാർട്ടിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ആ പാർട്ടിക്കാരിൽ നിന്ന് കുറേ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ബാഡ് കമൻസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഒരിക്കലും എനിക്കതിന് മറുപടി പറയേണ്ടി വന്നിട്ടില്ല. അത് ജനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം. ഞാനൊരു കോമഡി വീഡിയോ രൂപേണയാണ് ഞാൻ അവതരിപ്പിച്ചത്. അതിനുള്ള മറുപടി, എന്നെ മോശം പറയുന്നവർക്കുള്ള മറുപടി ഒരു പക്ഷേ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന പ്രേക്ഷകർ പോലും എനിക്കത് സപ്പോർട്ടായിട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. ബാഡാണ്, പക്ഷെ അതെനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് കൂടെ ആയിരുന്നു. എനിക്ക് എന്നെ മോശമായിട്ട് പറയുമ്പോൾ പോലും എനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും അത്രയധികം ആൾക്കാർ, അവൻ ചെയ്തതിൽ എന്താണ് തെറ്റ്, അവൻ പറഞ്ഞത് കാര്യമല്ലേ, ഈ ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യം തന്നെയല്ലേ അവനൊരു വീഡിയോ രൂപത്തിൽ അവതരിപ്പിച്ചതെന്ന് ഞങ്ങൾ അവനെക്കുറിച്ച് അഭിമാനിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അതാണ് ഉള്ളത്. അനു ചോദിച്ചിട്ടുണ്ട്, ചോദിക്കണോണ്ട് ഒന്നും തോന്നല്ലേ ചേട്ടാ, ലവർ ഉണ്ടോ? യെസ് ഓർ നോ പറഞ്ഞാൽ മതി, എനിക്ക് ചേട്ടനെ ഒത്തിരി ഇഷ്ടം. ക്വസ്റ്റ്യന് ആൻസർ പറയണേ. ലവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നോ. ഇനി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് സിൻസിയറായിട്ടാ ഉള്ളതാ? പറ കേക്കട്ടെ. അത് ഈ വീഡിയോയുടെ കമന്റിൽ വന്ന് പറയണേ കേട്ടാ. ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കും. ഷിഫ്ന, നിങ്ങൾ 3 പേരുടെയും ഫേസ് കട്ട് സെയിം ആണ്. അത് നമ്മൾ ഒരു കുടുംബത്തിൽ അംഗങ്ങളാണല്ലോ. അപ്പോൾ അതങ്ങനെയാണല്ലോ. ജിഷൻ ചോദിച്ചിട്ടുണ്ട്, ശരിക്കും അച്ഛനെ പേടിയാണോ? അച്ഛനെ അങ്ങനെ പേടിയെന്നല്ല, ഒരു റെസ്പെക്റ്റ് ഉണ്ട്, ഒരു ഇതുണ്ട്. അതൊരു പക്ഷേ ഒരു ഭയം അങ്ങനെയല്ല, റെസ്പെക്റ്റ്. അതിനെ എങ്ങനെ പറയുക, റെസ്പെക്റ്റ് വേറെ, പേടി വേറെയാണ്. അമൃത, മെസ്സി ഓർ റൊണാൾഡോ? രണ്ടുപേരെ ഇഷ്ടമാണ്, രണ്ടുപേരും ലെജൻസ് ആണ്. എന്നാലും ഒരു പൊടിക്ക് ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെസ്സി. അഭിന, ചേച്ചിയുടെ വീഡിയോയിൽ ടൊവിനോ കമൻറ്റ് ചെയ്തോ? ഇല്ല, ചെയ്തിട്ടില്ല. ടൊവിനോയ്ക്ക് അറിയാം ഇതൊക്കെ ചെയ്ത് വെറുതെ വള്ളിക്കെട്ടാവുമെന്ന്. നിങ്ങളുടെ വീഡിയോ എൻ്റെ ഇക്ക എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാറില്ലേ? നിങ്ങൾ ചെയ്യുന്ന വീഡിയോ നമുക്ക് ചിലതൊക്കെ റിലേറ്റബിൾ ആണ്.
നിങ്ങൾ വീട്ടിലും ഇങ്ങനെയാണ്? ഒരു ദിവസം കൊല്ലത്തോട്ട് വാ, വീഡിയോ എല്ലാം സൂപ്പർ. ഓക്കെ, കൊല്ലത്തോട്ട് ഒരു ദിവസം വരുന്നുണ്ട്. ഞങ്ങൾ റിലേറ്റബിൾ കണ്ടൻസ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന കുറേ സാധനങ്ങളാണ് വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കും റിലേറ്റബിൾ ആണ് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ കണ്ടൻസ് ചെയ്യുന്നതിനോടാണ് ഞാൻ കുറച്ചുകൂടെ കംഫർട്ടായിട്ടുള്ളത്, റിലേറ്റബിൾ കണ്ടൻസ് ചെയ്യാനായിട്ട്. വീഡിയോ എടുക്കുമ്പോൾ അച്ഛനാണോ അമ്മയാണോ പറഞ്ഞു കൊടുക്കുന്നത് പോലെ പെട്ടെന്ന് ചെയ്യുന്നത്? അച്ഛനാണ് പെട്ടെന്ന് ചെയ്യുന്നത്. ബർത്ത് ഡേറ്റ് 21/09/1996. 2/4/2001. അടുത്ത ഒരു യൂസർ, പേരില്ലാത്ത ഒരാൾ ചോദിക്കുക, ചില വീഡിയോകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള പേരാണ് കുട്ടപ്പൻ മാമൻ. ശരിക്കും നാട്ടിലെ പ്ലംബറാണോ ഈ മാമൻ? ഈ ചോദ്യം ചോദിച്ച ആൾ തന്നെയാണ് കുട്ടപ്പൻ മാമൻ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെ, നാട്ടിലെ അറിയപ്പെടുന്ന ഒരു പ്ലംബറാണ് ഈ കുട്ടപ്പൻ മാമൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ പ്ലംബിംഗ് വർക്ക് ഏതൊരു വീട്ടിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ കോൺടാക്ട്സിൽ പ്ലംബർ എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം റിജക്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു പേരാണ് കുട്ടപ്പൻ മാമൻ. അല്ല, പാവമാണ്, ഞങ്ങളുടെ വീട്ടിലെ പ്ലംബിംഗ് വർക്കൊക്കെ ചെയ്യുന്നത്. പാവം, നല്ലൊരു ആളാണ്, ഭയങ്കര കോമഡിയാണ് ആളുടെ നിന്ന് തന്നെ കുറേ കണ്ടൻസ് നമുക്ക് കിട്ടും. അലീന ആൻ്റണി, ചേട്ടന് ഏത് റോളും നന്നായിട്ട് സൂട്ട് ആവുന്നുണ്ട്. ഇനിയും ഇഷ്ടം പോലെ വീഡിയോസ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നിങ്ങളുടെ ഈ ബോണ്ട് കണ്ടത് ഫ്രണ്ട്സ് ആരെങ്കിലും അസൂയ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അസൂയ ഉണ്ടെന്ന് ആരെങ്കിലും തുറന്ന് പറയുമോ? അസൂയ ഉണ്ടെങ്കിൽ അവർ ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ അലട്ടിക്കൊണ്ടല്ലേ ഇരിക്കുള്ളൂ. ആരും അങ്ങനെ തുറന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യൂസർ സംതിങ് നെയിമില്ല. മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് പറയാമോ? മറക്കാൻ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ്. ഫ്ലൈറ്റിൽ ഓക്കെ, അതും ഈ യൂട്യൂബ് കാരണം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് കേട്ടോ. യൂട്യൂബിൻ്റെ ഒരു മീറ്റപ്പ് ബാംഗ്ലൂർ വെച്ച് നടന്നപ്പോഴത്തേക്ക് അതിന് ഫ്ലൈറ്റിൽ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര അത് ഭയങ്കര, ഞങ്ങളത് വ്ളോഗ് വീഡിയോ ആയിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര തമാശയായിരുന്നു, ഭയങ്കര ഫണ്ണായിരുന്നു. കാര്യം നമുക്കെല്ലാം കാണാത്ത ലോകത്ത് ചെന്ന പോലെ എന്ന് പറയായിരുന്നു. അപ്പോൾ ഓരോരോ പുതുമയുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്, മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ്, എപ്പോഴും ഓർമ്മയിലുള്ള ഒരു എക്സ്പീരിയൻസുമാണ് അത്. ഇനിയും ഫ്ലൈറ്റ് കയറണമെന്നൊരാഗ്രഹമുണ്ട്. പാസ്പോർട്ട് തന്നെ നമ്മൾ നീ പോകുന്നില്ല, ഞാൻ പോകുന്നുള്ളൂ. ഓക്കെ, കൊണ്ടുപോകണം. പാസ്പോർട്ട് അതൊക്കെ എടുക്കാം, സമയം കിടക്കുകയല്ലേ. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്താലും, ഞാൻ പുറത്തുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അപ്പൊ എനിക്ക് പുറത്തു പോകാൻ പറ്റും. എന്നിട്ട് നിന്നെയും കൊണ്ടുപോകാം. കണ്ട ഓക്കെ. അപ്പം ഇത്രയും ചോദ്യങ്ങൾ തന്നെയാണ് ഉള്ളത്. ഇതിൽ ഞാൻ പലരുടെയും ചോദ്യം സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റേഷൻ ആയതുകൊണ്ടായിരിക്കാം. ആദ്യം കണ്ട ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ഞാൻ എടുത്തില്ല, അല്ലെങ്കിൽ മാറ്റി വെച്ചു, അതുകൊണ്ട് ഫേവറിസം കാണിച്ചു, റേസിസം കാണിച്ചു എന്നുള്ള പരാതിയും പരിഭവങ്ങളൊന്നും ഉണ്ടാവരുത്. എനിക്ക് നിങ്ങളെല്ലാവരും ഒരുപോലെ തന്നെയാണ്. ആൻഡ് ഇത്രയും നേരം വീഡിയോ കൊണ്ട് സഹകരിച്ച എല്ലാവരോടും നന്ദി. ആൻഡ് ഇനിയും സപ്പോർട്ട് ചെയ്യുക ആൻഡ് കീപ് വാച്ചിങ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ടാറ്റ, ഗുഡ് ബൈ, സീ യു.